നമ്മൾ ഇതുപോലുള്ള ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ മിക്കവാറും ബൈബിൾ നമ്മുടെ പഠനങ്ങളുടെ കേന്ദ്രബിന്ദുവാണ്. കൂടാതെ ബൈബിളിൻ്റെ പൊതുവായ ഒരു രൂപരേഖ കവർ ചെയ്യാനും ഞങ്ങൾ ലക്ഷ്യമിടുന്നു. 1-2 ദിവസത്തെ പഠനം ബൈബിളിനെക്കുറിച്ചുള്ള വളരെ പരിമിതമായ അറിവ് മാത്രമേ അനുവദിക്കൂ. ബൈബിളിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി സംസാരിക്കാൻ നമുക്ക് അതിനേക്കാൾ കൂടുതൽ സമയം ആവശ്യമാണ്. അതിനാൽ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഇത് പഠിക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ഒരു മീറ്റിംഗ് നടത്തുമ്പോഴെല്ലാം ബൈബിൾ സത്യമാണെന്ന വസ്തുതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ എല്ലായ്പ്പോഴും ബൈബിളിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പൊതുവായി പറഞ്ഞാൽ ബൈബിൾ മനുഷ്യൻ്റെ ഗവേഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും ഉൽപ്പന്നമാണെന്നും മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണെന്നും ആളുകൾ കരുതുന്നു. അതിനാൽ ബൈബിൾ ഖുർആൻ അല്ലെങ്കിൽ കൺഫ്യൂഷനിസത്തിൻ്റെ 4 പുസ്തകങ്ങൾ പോലെയുള്ള മതഗ്രന്ഥങ്ങളുമായി സത്യമുള്ളതാണെന്ന് മുൻവിധി അവർക്കുണ്ട്. തൽഫലമായി എത്ര വായിച്ചാലും ബൈബിൾ മനസ്സിലാക്കാൻ തങ്ങൾക്ക് കഴിയുന്നില്ലെന്ന് അവർ കണ്ടെത്തി. ഈ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ബൈബിൾ അത്തരം മതഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും ദൈവത്തിൻ്റെ വെളിപ്പാടിലൂടെ വ്യക്തമായി എഴുതപ്പെട്ടതാണെന്നും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായാൽ നിങ്ങളുടെ വിധി ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന വാക്കുകളിൽ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തുമെന്ന് ഞാൻ കരുതുന്നു. ഈ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ബൈബിളിൽ വിശ്വാസമർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ബൈബിൾ നിങ്ങൾക്ക് ജീവൻ നൽകുകയും നിങ്ങൾക്കൊരു വഴികാട്ടുകയും ചെയ്യും. ഈ ലോകത്തുണ്ടെന്ന് നിങ്ങൾ കാണും. ബൈബിളിലെ വാക്കുകളേക്കാൾ വിലയേറിയതും സത്യമായ മറ്റൊന്നുമില്ല എന്ന്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക പ്രശ്നത്തിനുള്ള ഉത്തരം ബൈബിളിൽ കണ്ടെത്തുന്ന ഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. എല്ലായിടത്തുമുള്ള ആളുകൾ അവരുടെ ജീവിതകാലം മുഴുവൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ മറ്റോ മുറുകെ പിടിക്കുന്നു. ചിലർക്ക് സാമ്പത്തിക പ്രശ്നമായിരിക്കും. ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരുണ്ട്. എങ്ങനെ ധാരാളം പണം സമ്പാദിക്കാമെന്നതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം ചെലവഴിക്കുന്നവരുണ്ട്. അങ്ങനെ ആഡംബരത്തിൽ ജീവിക്കാൻ കഴിയും. അവർ കാണുന്ന പണക്കാരെ പോലെ രസകരമായ ജീവിതം നയിക്കുന്നു. ആരോഗ്യമുള്ള ഒരു വ്യക്തിയായി ജീവിക്കാൻ തങ്ങൾക്ക് എന്തു ചെയ്യാനാകുമെന്നും ആശ്ചര്യപ്പെട്ടു ജീവിതകാലം മുഴുവൻ രോഗങ്ങളുമായി മല്ലിടുന്ന ആളുകളുമുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന ധാരാളം ആളുകളുമുണ്ട്. അതുമാത്രമല്ല, ചിലർക്കിത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ്. സമ്പന്നരായ ആളുകൾ അവരുടെ കുട്ടികൾക്ക് ജീവിതത്തിൽ വിജയിക്കുന്നതിന് വിദ്യാഭ്യാസം നൽകും. എന്നാൽ അതിഗംഭീരമായ ഒന്നുണ്ട്. മക്കളുടെ നല്ല വിദ്യാഭ്യാസത്തിന് പണം നൽകാൻ സാമ്പത്തിക സാഹചര്യം അനുവദിക്കാത്ത ആളുകളുടെ എണ്ണം. ഇക്കാരണത്താൽ അവർ ജീവിതകാലം മുഴുവൻ നീരസത്തോടെ തുടരുന്നു. എന്നിരുന്നാലും എല്ലാ മനുഷ്യരാശിയും അഭിമുഖീകരിക്കുന്ന മറ്റൊരു അടിസ്ഥാന പ്രശ്നമുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ഒരു ഘട്ടത്തിൽ മരിക്കണം എന്നാണ്. ആളുകൾ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നുവെന്ന് എല്ലാവരും സ്വാഭാവികമായി വിശ്വസിക്കുന്നു. അവർ അത് നിസ്സാരമായി കാണുകയും വിഷയം തള്ളിക്കളയുകയും ചെയ്യുന്നു. ഈ ലോകത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും പൊതുവായുള്ള മനോഭാവം ഇതാണെന്ന് തോന്നുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിനിടയിൽ നിങ്ങൾക്ക് മരണത്തെ തരണം ചെയ്ത് ജീവിക്കാൻ കഴിയുമെന്ന് കരുതുക. ആവശ്യമായ ഏത് രീതിയും ഉപയോഗിച്ച് ആളുകൾ അതിനെ മറികടക്കാൻ ശ്രമിക്കും. നാം ഈ ലോകം വിട്ട ശേഷം വരുന്ന ലോകത്ത് മനുഷ്യൻ എങ്ങനെ സുഖകരമായ അസ്തിത്വം ഉണ്ടാക്കുമായിരിക്കുമെന്ന് എല്ലാ മതങ്ങളും ചിന്തിക്കുന്നു. ഈ ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് മതം തേടി പോകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ നിന്നാണ് നമ്മൾ ജനിച്ചത്. നമ്മൾ 70-80 വർഷം ജീവിക്കുന്നു. വിവിധ പോരാട്ടങ്ങളിലൂടെയും ആശങ്കകളിലൂടെയും കഷ്ടപ്പാടുകളുടെയും കടന്നു പോകുന്നു. ഒരു വ്യക്തി മരിക്കുമ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവർ അവൻ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നുവെന്ന് പറയുമ്പോൾ ബുദ്ധമതക്കാർ പറയുന്നത് അവൻ ആനന്ദത്തിൻ്റെ നാട്ടിൽ പോകുന്നു എന്നാണ്. മറ്റു മതങ്ങളെ പിന്തുടരുന്ന ആളുകൾക്കും മരണാനന്ത ജീവിതത്തെക്കുറിച്ച് അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. എന്നാൽ അത്തരമൊരു സമീപനം വളരെ അവ്യക്തമാണ്. ആരെങ്കിലും മരിക്കുമ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്ന ആളുകൾ പോലും മരിച്ചയാൾ അപ്പോൾ സ്വർഗത്തിൽ പോയി എന്ന് പറയും, അവശേഷിക്കുന്ന ആളുകൾ ആശ്വസിപ്പിക്കാൻ.
മരിച്ചയാൾ സ്വർഗത്തിൽ പോയോ ഇല്ലയോ എന്ന് ഉറപ്പില്ലെങ്കിലും അവർ ഇത് പറയുന്നു. ശവസംസ്കാര ചടങ്ങിൽ അവർ സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും പ്രഭാഷണം നടത്തുകയും, പക്ഷേ അവർ ചെയ്യുന്നത് ഒരു നിശ്ചയമില്ല. ബുദ്ധന്മാർക്ക് സംസാരിക്കുന്ന ആനന്ദഭൂമിയുടെ കാര്യത്തിലും ഇത് തന്നെ. ഒരിക്കൽ ഞാനൊരു ബുദ്ധ സന്യാസിയുമായി സംസാരിച്ചു. ആനന്ദത്തിൻ്റെ നാട് എന്നൊരു സ്ഥലമുണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ, ആനന്ദത്തിൻ്റെ നാട്, അനന്തമായ ഒരു ലോകമുണ്ട്. അവിടെ നിങ്ങളുടെ ജീവിതം പൂർണ്ണതയായും ദൂരെയായി അപ്രത്യക്ഷമാകുന്നു, ദൂരെ ദൂരെ മറയുന്ന മേഘം പോലെ. ഇത് ആനന്ദത്തിൻ്റെ നാടെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വളരെ കഴിവുള്ള ഒരു ബുദ്ധ സന്യാസിയായിരുന്നു. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഭൂരിഭാഗം സാധാരണക്കാർക്കും പുനർജന്മമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അവർ വീണ്ടും ഈ ലോകത്ത് പശുക്കളെയോ ഈച്ചകളായോ മറ്റേതെങ്കിലും മൃഗങ്ങളായോ ജനിക്കുന്നു. സാധാരണക്കാരുടെ കാര്യം അതാണ്. എന്നാൽ ഒരു വ്യക്തി ആത്മീയ പരിശീലനത്തിലൂടെ കടന്നു പോകുകയും തികഞ്ഞ ആത്മീയ അവസ്ഥ അവതരിക്കുകയും നിർവ്വാണത്തിൽ എത്തുകയും ചെയ്താൽ അവൻ ആനന്ദഭൂമിയിൽ പ്രവേശിക്കും. ആ ഘട്ടത്തിൽ അവൻ്റെ സ്വയം പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നു. അതുകൊണ്ടാണ് പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നത് ആനന്ദത്തിൻ്റെ നാട്ടിലെത്തുന്നതും അവൻ എനിക്കെല്ലാം വിശദീകരിച്ചത് ഇങ്ങനെയാണ്: ആളുകൾ ഭാവിയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും എല്ലാത്തരം ചിന്തകളും ഉണ്ട്. അവർ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ഈ പലതും വ്യത്യസ്തമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു. അതാണ് ജീവിതം. ഈ ലോകത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിയിൽ നിശ്ചിതമായ ഏതെങ്കിലും നിങ്ങൾ പിടിക്കേണ്ടതുണ്ട്. നാളെ മരിക്കാൻ പോകുന്നു എന്നറിഞ്ഞാലും ഇന്ന് തൃപ്തനാകാൻ കഴിയുന്ന ഒരാൾ, മരണത്തെ മുന്നിൽ കണ്ട് ആഹ്ലാദഭരിതരാകാൻ കഴിയുന്ന ഒരാൾ, ഇങ്ങനെ ജീവിതം വിജയകരമായി അവസാനിപ്പിക്കാൻ കഴിയുന്നവനെ യഥാർത്ഥ സന്തോഷവാൻ എന്ന് പറയാം. നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ ലോകം വളരെ സങ്കീർണമാണ്. കാര്യങ്ങൾ വളരെ സങ്കീർണമാക്കുന്ന എല്ലാത്തരം പ്രശ്നങ്ങളുമുണ്ട്. തൽഫലമായി നമ്മുടെ ജീവിതത്തെ പോലെ തന്നെ നമ്മുടെ ചിന്തകളും സങ്കീർണമാണ്. ശ്വാസം മുട്ടുന്ന ലോകം കൂടുതൽ തിരക്കേറിയതാകുന്നു. ദിവസങ്ങൾ കഴിയും തോറും നമ്മൾ ഇത് കൂടുതൽ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഭൂമി തന്നെ ശ്വാസം മുട്ടുകയാണ്. കാരണം ഞങ്ങൾക്ക് കൃത്യമായി അറിയില്ല. എന്നാൽ കുറച്ചു കാലമായി അത് രോഗബാധിതമാണ്. പ്രായമാകുന്നത് തുടരുകയാണ്. ഈ നിരവധി പ്രശ്നങ്ങളെ നേരിടാൻ നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് ചിന്തിക്കുകയല്ലാതെ നമുക്ക് മറ്റു മാർഗമില്ല. അതേസമയം കുറ്റകൃത്യങ്ങളുടെ നിരക്കും വൻതോതിൽ വർദ്ധിച്ചു. ഒരു ചെറിയ തുകയ്ക്ക് പോലും ഒരാളെ കൊലപ്പെടുത്തിയെന്ന് കേൾക്കുന്നത് ഇപ്പോൾ അസാധാരണമല്ല. ഇന്ന് രാവിലെ മാത്രം TV-യിൽ ഒരു കള്ളൻ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി അവളുടെ പണവുമായി ഓടിപ്പോയ വാർത്തയായിരുന്നു. എന്തുകൊണ്ടാണ് ലോകം ഇങ്ങനെയായത്? കാരണം ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് സ്വയം ഭാവി കാണാൻ കഴിയില്ല. നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നതും ശരിക്കും പ്രശ്നമല്ലെന്ന് ആളുകൾ കരുതുന്നു. കാരണം അവസാനം എല്ലാം ഒരേപോലെ മാറുന്നു. അവർ വേഗത്തിൽ സമ്പന്നരാകാൻ ശ്രമിക്കുന്നു. അവർ ചിന്തിക്കുന്നു, ഞാൻ പിടിക്കപ്പെടുകയും ജയിലിൽ പോവുകയും ചെയ്താൽ ഞാൻ എവിടെ പോകും? ഞാൻ മരിച്ചാൽ ഞാൻ മരിക്കും. ഞാൻ ജീവിതം ഉപേക്ഷിച്ചു. അതിനാൽ അവർ ഇഷ്ടപ്പെടുന്നത് എന്തും ചെയ്യാമെന്ന് അവർ കരുതുന്നു. ലോകം ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് അവർ തോന്നുന്നത്. നിരാശാജനകവും താറുമാറുതുമായ ഈ ലോകങ്ങളിൽ നാം ജീവിക്കുമ്പോൾ ആളുകൾ വിവിധ പദ്ധതികളിൽ കഠിനാധ്വാനം ചെയ്യുന്നു. അവർക്ക് വീണ്ടും ശ്വസിക്കാൻ കഴിയുമെന്ന് അവർക്ക് തോന്നുന്ന ചെറിയ തുറസായ ഒരു വഴി കണ്ടെത്തിയേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരമൊരു നേട്ടം കൈവരിക്കാൻ ആളുകൾ വിവിധ രീതികൾ പരീക്ഷിക്കുകയും കഠിനമായ പരിശ്രമം നടത്തുകയും ചെയ്യുന്നതായി തോന്നുന്നു. ഇത് ധാർഷ്ട്യമാണോ അതോ ധിക്കാരമാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. എന്നാൽ പ്രശ്നങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരം ബൈബിളിൽ കണ്ടെത്തണമെന്ന മുൻധാരണയോടെയാണ് ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. ബൈബിൾ എന്തെങ്കിലും ഉണ്ടെന്ന് കരുതി പലരും അത് വായിക്കുന്നു. പക്ഷേ വളരെ എളുപ്പത്തിൽ അവർ അത് മാറ്റിവെക്കുന്നു. അതിൻ്റെ പേജുകളൊന്നും കണ്ടെത്താനാവാതെ അവർ തിരിഞ്ഞു നടന്നു. അത്തരം നിരവധി കേസുകളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ബൈബിളിൽ ഒരു വാക്യത്തിലേക്ക് തിരിയാം. അത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലാണ്. പുതിയ നിയമത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 3. ഞാൻ 3-ാം വാക്യം മുതൽ വായിക്കാം. 5-ാം വാക്യം വരെ വായിക്കാം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. യേശുവിനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു,
പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. നിക്കോമോദേസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് നമ്മുടെ ലോകത്താളുകൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അവർക്ക് നിരാശയും ശ്വസിക്കുവാൻ പോലും കഴിയാത്ത പ്രശ്നങ്ങളും. എന്നാൽ ഒരു ദിവസം നിങ്ങൾക്ക് വീണ്ടും ജനിച്ചതിൻ്റെ കൃത്യമായ അനുഭവം ലഭിക്കുകയാണെങ്കിൽ ഈ അചാചകമായ ലോകത്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും സുഖത്തോടെയും ജീവിക്കുവാൻ കഴിയുമെന്ന് ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ നിന്ന് നിങ്ങൾ ജനിക്കുമ്പോഴാണ് നിങ്ങളുടെ ആദ്യ ജനനം. അതാണ് നിങ്ങളുടെ ശാരീരിക ജനനം. എന്നാൽ ഇവിടെ യേശു വീണ്ടും ജനിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. നിക്കോമോദേസ് എന്നു പേരുള്ള ഈ മനുഷ്യൻ ഒരു കോൺഗ്രസ് അംഗത്തിൻ്റെ സമാനമായ സ്ഥാനത്തായിരുന്നു. അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവരുടെ സംഭാഷണത്തിനിടയിൽ യേശു ഈ വാക്കുകൾ പറയുന്നു: പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. നിക്കോദേമസ് ഇതുപോലെ കേട്ടിട്ടില്ല. ഇത് അദ്ദേഹത്തിന് വളരെ വിചിത്രമായ വാക്കുകളായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, പ്രായമായ ഒരാൾക്ക് തൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വീണ്ടും പ്രവേശിച്ച് രണ്ടാമത് ജനിക്കുന്നത് എങ്ങനെ? വീണ്ടും ജനിക്കുമെന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അവനിത് ചോദിച്ചത്. ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കണമെന്ന് യേശു പറഞ്ഞതിനാൽ ഇപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലരും ചിന്തിക്കാം, ശാരീരികമായി നിങ്ങൾക്ക് എങ്ങനെ രണ്ടാമത് ജനിക്കും? എന്നാൽ നിങ്ങൾ രണ്ടാമതായി ജനിക്കുന്നത് നിങ്ങളുടെ മാംസമല്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങൾ രണ്ടാമതായി ജനിക്കുമ്പോൾ വീണ്ടും ജനിച്ചതെന്ന് വിളിക്കപ്പെടുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതൊരു പുനർജന്മമാണ്. നിങ്ങൾ വീണ്ടും ജനിക്കുന്നത് രണ്ടാം തവണയാണ്. അതിനാൽ ഒരു വൃദ്ധൻ തൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്ന കാര്യമല്ല, രണ്ടാം തവണ ഒരിക്കൽ കൂടി ജനിച്ച ശേഷം. പക്ഷേ യേശു പറഞ്ഞത് വൃദ്ധൻ ഗർഭപാത്രത്തിൽ കയറുന്ന വിഷയമല്ല പറയുന്നത്. പക്ഷേ എന്താണ് പറയുന്നത്? വെള്ളത്താലും ആത്മാവിന് ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇതാണ് യേശു പറഞ്ഞത്. ഇപ്പോൾ ജലത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ജനിക്കുന്ന എന്താണെന്ന് അർത്ഥമാക്കുന്നത്? ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരാത്മാവുണ്ട്. ആ ആത്മാവാണ് രണ്ടാമത് ജനിക്കേണ്ടത്. വീണ്ടും ജനിച്ചത് ആത്മാവാണ്. ആത്മാവ് വീണ്ടും ജനിക്കുമ്പോൾ ഒരു വ്യക്തി തൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന എല്ലാ നിരാശകളിൽ നിന്നും മോചനം നേടുന്നു. അയാൾക്ക് തികച്ചും വ്യത്യസ്തമായ മൂല്യബോധമുണ്ടെന്ന് അവൻ കണ്ടെത്തുന്നു. അവൻ ജീവിതത്തെ കാണുന്ന രീതി പൂർണ്ണമായി മാറുന്നു. ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ പോലും ഖേദമോ ഭയമോ സങ്കടമോ കൂടാതെ എൻ്റെ മരണത്തെ അഭിമുഖീകരിക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നു. മരണത്തെ ജയിച്ച് വിജയി അങ്ങനെയാണ് ഒരു വ്യക്തി മരണത്തെ ജയിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയാകാം. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്. അതിനാൽ നിങ്ങൾക്ക് വീണ്ടും ജനിക്കാൻ കഴിയുമെങ്കിൽ ഈ ലോകം എത്രമാത്രം വേദനാജനകമായാലും നിങ്ങൾക്ക് എത്ര പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും പ്രശ്നമല്ല. ആളുകൾ ഈ ലോകത്തെ ഖായിൻ്റെ കടൽ എന്ന് വിശേഷിപ്പിക്കുന്നു, അല്ലേ? അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ കൈപ്പേറിയ പ്രശ്നങ്ങളും കാരണം. എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ജയിക്കുവാൻ കഴിയും. ഈ പ്രശ്നങ്ങളുടെ കടലിൽ നിന്ന് നിങ്ങളുടെ ജീവിതം ഈ രീതിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇതെല്ലാം ഞാൻ വെറുതെ പറയുന്നതല്ല. എനിക്ക് തന്നെ വീണ്ടും ജനിച്ചതിൻ്റെ അനുഭവമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത്. ഞാൻ എങ്ങനെയാണ് വീണ്ടും ജനിച്ചതെന്ന് ചുരുക്കമായി നിങ്ങളോട് പറഞ്ഞാൽ, ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചതാണ്. എൻ്റെ പിതാവ് പ്രസ്ബിറ്റേറിയൻ സഭയിലെ ഒരു മൂപ്പനായിരുന്നു. അദ്ദേഹത്തിൻ്റെ 4 മക്കളിൽ ഒരാളായിരുന്നു ഞാൻ.
അവിടെ എൻ്റെ മൂത്ത സഹോദരിയും എൻ്റെ ചേട്ടനും എൻ്റെ അനുജത്തിയും ഞാനും ഉണ്ടായിരുന്നു. എനിക്ക് ഏകദേശം 12 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ മരിച്ചു. പിന്നീട് എൻ്റെ പിതാവിൻ്റെ ശുപാർശയെ തുടർന്ന് ഞാൻ ദൈവശാസ്ത്ര കോളേജിൽ നിന്ന് ബിരുദം നേടി ഒരു പാസ്റ്ററായി. പാസ്റ്ററായിരുന്നിട്ട് ഞാൻ വീണ്ടും ജനിച്ചിട്ടില്ല. ഞാനൊരു പാസ്റ്ററായിരുന്നുവെങ്കിലും ഞാൻ വീണ്ടും ജനിച്ചിട്ടില്ല. അതിനാൽ എൻ്റെ ഹൃദയം ഏതൊരു സാധാരണക്കാരൻ്റെയും പോലെ തന്നെ തുടർന്നു. ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ മറ്റുള്ളവരുടേത് പോലെ തന്നെയായിരുന്നു. ഇതേ മനോഭാവം ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ സഭയിൽ പ്രസംഗിക്കുന്നത് എന്നതിനാൽ എനിക്ക് നിരാശ തോന്നി. എൻ്റെ ശ്രോതാക്കൾക്കും അങ്ങനെ തോന്നിയിരിക്കാം. പ്രബോധനങ്ങൾ നടത്തുന്നതിൽ ഞാൻ സാമാന്യം മിടുക്കനാണെന്നും ഇതിന് അംഗീകാരം ലഭിച്ചുവെന്നും ഞാൻ തോന്നുന്നു. നവോത്ഥാന യോഗങ്ങൾക്കും ഞാൻ നേതൃത്വം നൽകി. പക്ഷേ എനിക്ക് എന്ത് ചെയ്താലും മനസ്സിലൊരു വലിയ ഭാരമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെ മറ്റുള്ള ഹൃദയത്തിൽ ആശ്വാസം നൽകുവാൻ കഴിയും? ഏകദേശം 10 വർഷത്തോളം ഞാനൊരു പാസ്റ്ററായി ജോലി ചെയ്തു. ഞാൻ തികച്ചും മനസാക്ഷിയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ വളർന്നതിനാൽ പാപമാണെന്ന് കുട്ടിക്കാലം മുതൽ പഠിച്ച ഞാൻ കള്ളം പറയാതിരിക്കാൻ ശ്രമിച്ചു. കോപം പാപമാണെന്ന് പഠിച്ചതിനാൽ ഞാൻ ദേഷ്യപ്പെടാതിരിക്കാൻ ശ്രമിച്ചു. അങ്ങനെയെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്ന സമയങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ കള്ളം പറയും. ഓരോ തവണയും ഞാനിത് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ അസ്വസ്ഥത തോന്നി. ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ കള്ളം പറയരുതെന്ന് കോപിക്കരുതെന്നും പറയുന്നുണ്ട്. പക്ഷേ കള്ളം പറയാതിരിക്കാനും ദേഷ്യപ്പെടാതിരിക്കാനും കഴിയില്ലെന്ന് ഞാൻ കണ്ടെത്തി. എനിക്ക് കഴിയുന്നില്ലായിരുന്നു. അതിനാൽ ഞാൻ അതിനെക്കുറിച്ച് എന്ത് ചെയ്യും തുടങ്ങിയ ചോദ്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഉയർന്നു തുടങ്ങി. അതുകൊണ്ട് ബൈബിളിലെ പഠിപ്പിക്കലുകൾ യഥാർത്ഥത്തിൽ എൻ്റെ ഹൃദയത്തിലുള്ളതുമായി പൊരുത്തപ്പെടുന്നില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എൻ്റെ ആദർശങ്ങൾ യഥാർത്ഥവുമായി പൊരുത്തപ്പെടുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഈ അവസ്ഥയ്ക്ക് നടുവിൽ നഷ്ടബോധവും സംഘർഷഭരിതവുമായ ഞാൻ ദിവസം തോറും ചെലവഴിച്ചു. ഈ പൊരുത്തക്കേടിൻ്റെ ഇടയിൽ എനിക്ക് സംഘർഷം അനുഭവപ്പെടുകയും ദിവസം തോറും വഴിതെറ്റി അലയുകയും ചെയ്തു. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ പാവപ്പെട്ടവരായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ 2 ബെഡ്റൂമുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പിതാവ് വലിയ ബെഡ്റൂമിൽ താമസിക്കും. അടുത്ത ബെഡ്റൂമിൽ വീടില്ലാത്ത ആരെങ്കിലും താമസിപ്പിക്കും. ഇങ്ങനെയുള്ള വ്യക്തിയായിരുന്നു അവർ. പക്ഷേ ആ മുറിയിൽ മൂട്ടകൾ നിറഞ്ഞതിനാൽ വേറെ വഴിയില്ലാതെ അയാളെ പറഞ്ഞു വിടേണ്ടതായി വന്നു. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഒരു ദിവസം മഞ്ഞുകാലത്ത് ഒരു യാചകൻ ഭക്ഷണം ചോദിപ്പാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അച്ഛൻ അതിൽ വാതിൽ തുറന്നു. ആ മനുഷ്യനെ കണ്ടപ്പോൾ, നിനക്ക് തണുക്കുന്നുണ്ടോ? വെച്ചുകൊണ്ട് ഭിക്ഷക്കാരൻ മറുപടി പറഞ്ഞു, അതെ, എനിക്ക് തണുക്കുന്നുണ്ട്. മറ്റൊരു വാക്കുപോലും പറയാതെ അച്ഛൻ സ്വന്തം ജാക്കറ്റ് അഴിച്ച് ആ മനുഷ്യന് കൊടുത്തു. അത് സൂക്ഷിക്കാൻ പറഞ്ഞു. എൻ്റെ അച്ഛൻ അങ്ങനെയുള്ള ആളായിരുന്നു. അങ്ങനെ ഒരു അച്ഛനെ കണ്ടാണ് ഞാൻ വളർന്നത്. അങ്ങനെ ഒരു ചുറ്റുപാടിൽ വളർന്നതിൽ ഞാനും എൻ്റെ മനസാക്ഷി അനുസൃതമായി ജീവിക്കുവാൻ ചായവുള്ളവനായിരുന്നു. പിന്നെ ഞാൻ ഒരു പാസ്റ്ററായ ശേഷം എൻ്റെ ഹൃദയത്തിൽ ഒരു സംഘർഷം ഉടലെടുത്തു. ഞാൻ വിശദീകരിക്കാം. ഒരു ദിവസം മത്തായി സുവിശേഷം 22 വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഭിഭിഷകൻ യേശുവിനോട് ചോദിക്കുന്ന ഭാഗം ഞാൻ കണ്ടു. ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? യേശു അവരോട് പറയുന്നു, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. ഇതാകുന്ന വലിയതും ഒന്നാമത്തുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചുള്ള ഭാഗം ഞാൻ മാറ്റിവെച്ചു. എന്നാൽ പിന്നീട് അത് നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നു. ഈ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ ആഴത്തിൽ തുളച്ചു. ഞാനൊരു പാസ്റ്ററായിരുന്നു. ബൈബിൾ സ്നേഹത്തെക്കുറിച്ച് വളരെയധികം സംസാരിക്കുന്നതിനാൽ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുമായിരുന്നു. എന്നാൽ എന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെയും ഞാൻ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിച്ചപ്പോൾ ഞാനത് ചെയ്തുവെന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അതൊരു പ്രശ്നമായിരുന്നു അല്ലേ? കാരണം എനിക്ക് എന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. എനിക്കത് സ്വയം ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെ മറ്റുള്ളവരോട് സ്നേഹിക്കുവാൻ പറയും? ഇതായിരുന്നു എൻ്റെ പ്രശ്നം. എൻ്റെ വാക്കുകൾ നുണ മാത്രമായിരുന്നു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പ്രശ്നത്തിന് കാരണമായത് ഞാനൊരു കപട വിശ്വാസിയാണെന്ന വസ്തുതയാണ്. കാരണം എനിക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ഞാൻ പ്രസംഗിക്കുകയും മറ്റുള്ളവർ പ്രസംഗം ചെയ്യുന്നു.
അത് എന്നെ ഒരു കപടവിശ്വാസിയാക്കിയില്ലേ? അങ്ങനെ ഇരിക്കും ഒരു ദിവസം എന്തോ സംഭവിച്ചു. നാട്ടിൻപുറത്തുള്ള എൻ്റെ പള്ളിയിൽ ഒരു നഗരത്തിലെ ഒന്നിലേക്ക് ഞാൻ മാറ്റുമ്പോഴായിരുന്നു അത്. നഗരത്തിലേക്ക് ഒരു പള്ളിയിലേക്ക് എനിക്ക് ക്ഷണം ലഭിച്ചു. ഞാൻ പ്രസംഗിക്കുന്നത് കേൾക്കാൻ അവർ ആഗ്രഹിച്ചു. അവർ അംഗീകരിക്കുകയാണെങ്കിൽ അവരുടെ പാസ്റ്ററാകാൻ അവർ എന്നെ ക്ഷണിക്കും. എന്നാൽ ആദ്യം അവർ എൻ്റെ പ്രസംഗം കേൾക്കാൻ ആഗ്രഹിച്ചു. ഈ അവസരത്തിൽ ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ തലക്കെട്ട് എഴുതി. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. ഞാൻ എന്താണ് പറയേണ്ടതെന്ന് തയ്യാറാക്കാൻ തുടങ്ങി. അതിനാൽ ഞാൻ സിറ്റി പള്ളിയിൽ പോയി. അന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ തലക്കെട്ട് ഞാനൊരു കൂലിപ്പണിക്കാരനാണെന്ന് പറഞ്ഞു. ഞാൻ തുടങ്ങിയത് എൻ്റെ ശ്രോതാക്കൾ ഉടനെ തന്നെ പരസ്പരം പിറുപിറുക്കാൻ തുടങ്ങി. അവൻ തികച്ചും വിദഗ്ധനാണ്. അവൻ സ്വയം കൂലിക്കാരനെന്ന് വിളിക്കുന്നു. അവർ എനിക്ക് പണം നൽകിയെങ്കിൽ എനിക്ക് എവിടെയും പോകാൻ കഴിയില്ല എന്നതിനാൽ ഞാൻ ഇത് പറയുന്നത് എന്ന് അവർ അവരോട് പറഞ്ഞു. ഞാൻ അവിടെ പോയി പ്രസംഗിക്കുകയും ശമ്പളം വാങ്ങുകയും പകരമായി ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ തിരിച്ചു വന്നു. ഇങ്ങനെ എന്നൊരു കൂലിപ്പണിക്കാരനാക്കി. അതുകൊണ്ട് ഒരു കൂലിപ്പണിക്കാരൻ്റെ സ്ഥാനത്ത് ഞാൻ എൻ്റെ പരമാവധി ചെയ്യുമെന്ന് അവരോട് പറഞ്ഞു. അതൊരു നഗരപ്പള്ളിയിലായിരുന്നു. അതിൽ സമൂഹത്തിൽ ഉയർന്ന പദവിയുള്ളവരും വളരെ സമ്പന്നർ മറ്റുള്ളവരും പങ്കെടുത്തു. പക്ഷേ ഞാൻ ആ പ്രസംഗം തുടങ്ങി. അവർ എന്നെ സ്വീകരിച്ചു. അധ്വീനനെ കണ്ടതിനാൽ അവർ എന്നെ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. ഞാൻ അങ്ങനെ ജീവിച്ചു. പക്ഷേ ഓരോ ദിവസവും ഞാൻ കരഞ്ഞു. എന്ന് നേരെ വെളുക്കുമ്പോൾ പള്ളിയിൽ പോയി നമസ്കരിക്കും. പക്ഷെ അവസാനം ഞാൻ കണ്ണിൽ നനഞ്ഞിരിക്കും. എൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. ഞാൻ കൂലിക്കാരനായിരുന്നു, കപടഭക്തനായിരുന്നു. എനിക്ക് സ്വയം ചെയ്യാൻ കഴിയാത്ത കാര്യം ഞാൻ മറ്റുള്ളവരെ പരിശീലിക്കുവാൻ ഞാൻ പറഞ്ഞു. ഞാനൊരു കപടഭക്തനായിരുന്നു. ഞാൻ എത്ര കരഞ്ഞിട്ട് ഫലമുണ്ടായില്ല. ചിലപ്പോൾ ഞാൻ രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു. മലമുകളിൽ കയറി 3 ദിവസം ഒന്നും കഴിക്കാതെ ഉറങ്ങാതെ അവിടെ തുടങ്ങി അനേക ദിവസങ്ങളുണ്ടായിരുന്നു. അനേക പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ അത് എനിക്ക് ആശ്വാസം നൽകിയില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാനൊരു മാസികയിൽ ഒരു ലേഖനം വായിച്ചു. ആശയങ്ങളുടെ ലോകം എന്ന പേരിൽ ഒരു മാസിക അക്കാലത്തുണ്ടായിരുന്നു. ലേഖകൻ എഴുതിയിരുന്നു, ഒരു വേശ്യ ഉപജീവനത്തിനായി ശരീരം വിൽക്കുന്നു, ഒരു അധ്യാപകൻ ഉപജീവനത്തിനായി അറിവ് വിൽക്കുന്നു, ഒരു പള്ളിയിലെ പാസ്റ്റർ ഉപജീവനത്തിനായി ധാർമ്മികതയെ വിൽക്കുന്നു. അപ്പോൾ അവർക്കിടയിൽ എന്താണ് വ്യത്യാസം? വേശ്യയും പാസ്റ്ററും ഒരുപോലെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അവർ രണ്ടുപേരും ഉപജീവനം നേടുകയാണ്. ഈ ലേഖനം വായിച്ചപ്പോൾ ആരോ മൂർച്ചയുള്ള കത്തിയെടുത്ത് എൻ്റെ ഹൃദയത്തിൽ വെട്ടുന്നത് പോലെ തോന്നി. ഒരു വേശ്യ എന്നേക്കാൾ സത്യസന്ധയാണെന്ന് എനിക്ക് തോന്നി. ഒരു വേശ്യയെപ്പോലും അവജ്ഞയോടെയാണ് പരിഗണിക്കുന്നത്. പക്ഷേ അവൾ ഒരു പാപിയാണെന്ന വസ്തുത മറച്ചുവെക്കാൻ അവൾ ശ്രമിക്കുന്നില്ല. മറ്റുള്ളവർ അവളുടെ ഉപജീവനത്തിനായി ശ്രമിക്കുന്നു. പക്ഷേ ഗൗൺ ധരിച്ച് പള്ളിയിൽ പ്രസംഗപീഠത്തിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ എന്നെ നോക്കുന്നവരുടെ കണ്ട് ഞാൻ മാലാഖയെ പോലെ തോന്നി. ഞാൻ അത്ഭുതകരമാണെന്ന് അവർ കരുതി. ഒപ്പം എൻ്റെ ചൂണ്ടിൽ നിന്ന് ചൊരിയുന്ന നല്ല വാക്കുകൾ പട്ടുപോലെ നനഞ്ഞൊഴുകുന്നതായി തോന്നി. പക്ഷേ എൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ നോക്കിയപ്പോൾ ഞാനൊരു വേശ്യയിൽ നിന്ന് വ്യത്യസ്തനല്ലെന്ന് തോന്നി. എന്തിനായിരുന്നു അത്? എന്തുകൊണ്ടാണ് ഞാൻ വ്യത്യസ്തനാകാതിരുന്നത്? ഞാൻ ഒരിക്കലും ഒന്നും മോഷിച്ചിട്ടില്ല. പക്ഷെ സാധനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് അത്യാഗ്രഹവും അവ സ്വന്തമാക്കാനുള്ള ആഗ്രഹവും തോന്നി. വ്യഭിചാരം എന്ന പാപം ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. എന്നാൽ പാസ്റ്റർമാർ മറ്റു പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സുന്ദരിയായൊരു സ്ത്രീയെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ വിചിത്രമായ വികാരങ്ങൾ ഉണരും. ഉള്ളിൽ നാം എല്ലാവരും ഒരുപോലെയാണ്. ആ മാഗസിൻ ലേഖനം വായിച്ച ദിവസം രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു. കർത്താവേ, എന്തുകൊണ്ട്? ഈ ലോകത്തിൽ വേറെയും എത്രയോ ജോലികളുണ്ട്. കപടഭക്തനായി ഉപജീവനം കഴിക്കേണ്ട എനിക്ക് എന്തിനാണ് പാസ്റ്റർ ജോലി തന്നത്? ദയവായി എനിക്ക് മറ്റൊരു ജോലി തരൂ, അല്ലെങ്കിൽ എൻ്റെ ജീവൻ എടുക്കൂ. രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ സത്യത്തിൻ്റെ ചില പ്രശ്നം പരിഹരിച്ചു. അതേസമയം എൻ്റെ മനസ്സാക്ഷി ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എല്ലാം അവസാനിച്ചു. പിന്നീട് എനിക്കറിയാവുന്ന ഒരു മിഷനറിയെ ഞാൻ കണ്ടുമുട്ടി. ഞാൻ അദ്ദേഹത്തോട് ഇക്കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു, അതാണ് വീണ്ടും ജനിക്കുന്നത്.
ഈ സത്യം ഞാൻ മനസ്സിലാക്കിയപ്പോൾ ലോകം എന്നിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി. ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകളാകെ മാറി. ഞാൻ അറിഞ്ഞിരുന്ന ദുഃഖകരം വേദനാജനകമായ ലോകം ഇപ്പോൾ വളരെ ദൂരെയായി പോയി. ബൈബിളിലെ വാക്കുകളിൽ നിന്ന് എനിക്ക് കൃത്യമായ ഉത്തരം ലഭിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറയുന്നത്. 1961 നവംബർ 18 അത്. അന്നു മുതൽ ഈ സത്യം മനസ്സിലാക്കിയതിൻ്റെ ഫലമായി മരണം എപ്പോൾ വന്നാലും എനിക്കിപ്പോൾ നേരിടാം. അതിനെ ഞാൻ സ്വാഗതം ചെയ്യും. എന്തുകൊണ്ടാണത്? എൻ്റെ ഉള്ളിൽ എന്തോ മാറ്റം വന്നു. നമുക്ക് ബൈബിളിലേക്ക് തിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം. വാക്യം 35. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം വാക്യം 35. ദയവായി എനിക്ക് ശേഷം ഇത് ആവർത്തിക്കുക. ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്നു പറഞ്ഞുവെങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ. നിങ്ങൾ ഈ വാക്യം മുമ്പ് എപ്പോഴും വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ദൈവവചനം സ്വീകരിച്ചാൽ ഒരു മനുഷ്യൻ ദൈവമായി മാറുമെന്ന് അതിൽ പറയുന്നു. ഒരു വ്യക്തി എങ്ങനെ ദൈവമാകാൻ കഴിയും? നിങ്ങൾ ദൈവവചനം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ച ദൈവമക്കളായി മാറുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ദൈവം ദൈവമാകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ മക്കളും ദൈവങ്ങളാണ്. ഈ വാക്കുകൾ യേശു പറഞ്ഞതാണ്. യോഹന്നാൻ മൂന്നാം അധ്യായത്തിൽ യേശു പറഞ്ഞത് നാം മുമ്പ് വായിച്ചല്ലോ. വെള്ളത്താലും ആത്മാവിന് ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വ്യക്തി ദൈവവചനത്തിലെ സത്യം തിരിച്ചറിയുകയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വെള്ളത്തിലും ആത്മാവിന് ജനിക്കുന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. അതിനാൽ വീണ്ടും ജനിച്ചത് ആത്മാവാണ്. ബൈബിളിൽ നിന്ന് മറ്റൊരു വാക്യം വായിക്കാം. 1 പത്രോസ് അധ്യായം 1. വാക്യം 23. നിങ്ങൾക്കായത് ഞാൻ വായിക്കട്ടെ. കാരണം കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വീണ്ടും ജനിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. അത് ദൈവവചനത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ദൈവവചനത്തിൽ എന്തെങ്കിലും ഗ്രഹിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മുമ്പ് അറിയാത്തതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നല്ല ഇതിനർത്ഥം. ബൈബിളിലെ ഒരു വാക്യത്തിലോ ഉള്ള ഏതെങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ പിടിച്ചു കൊള്ളുന്ന ഒരു പ്രശ്നം പരിഹരിക്കുന്നുവെന്നാണ് അതിനർത്ഥം. നിങ്ങളുടെ ഹൃദയത്തെ ബാധിച്ച ഒരു പ്രശ്നമുണ്ട്, എന്നാൽ ബൈബിളിൽ എന്തോ പ്രശ്നം പരിഹരിക്കുന്നു. ബൈബിളിൽ എന്തെങ്കിലും ഗ്രഹിക്കാൻ വരുന്നത് കൊണ്ട് അർത്ഥമാക്കുന്ന ഇതാണ്. അത് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് വീണ്ടും ജനിക്കുന്നു. ഒരു വ്യക്തി ദൈവപുത്രനായി ജനിക്കുന്ന പ്രക്രിയയാണിത്. ആളുകൾ ദൈവമക്കളായി മാറുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷേ അവർ പൊതുവെ അതിനെക്കുറിച്ച് വളരെ അവ്യക്തമായി ചിന്തിക്കുന്നു. ദൈവം തങ്ങളുടെ പിതാവാണെന്ന് അവർ പറയുന്നു, കാരണം അവർ അവനിൽ വിശ്വസിക്കുന്നു. അതിനാൽ അവർക്ക് ദൈവത്തെ പിതാവെന്ന് വിളിക്കാം. അതുകൊണ്ട് അവർ ദൈവത്തെ തങ്ങളുടെ പിതാവാണെന്ന് ആവർത്തിച്ച് വിളിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ ദൈവമക്കളല്ലാത്ത ധാരാളം ആളുകളുണ്ട്. ഒരു വ്യക്തി ദൈവത്തെ തൻ്റെ പിതാവാണെന്ന് കരുതുന്നതുകൊണ്ട് മാത്രമല്ല ദൈവത്തെ പിതാവെ വിളിക്കുവാൻ അവൻ യോഗ്യനാകുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവവചനത്തിലെ സത്യം തിരിച്ചറിയുകയും
പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ ദൈവമകനാകൂ. ഈ വിഷയം ഇപ്പോൾ പലരിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു. ഇതൊരു നിഗൂഢമായി മാറിയിരിക്കുന്നു. ആളുകൾ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും പരിശുദ്ധനെ പ്രാപിക്കുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നു. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ കഴിയുക? ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ധാരാളം ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു. കൂടാതെ പരിശുദ്ധാത്മാ സ്വീകരിക്കുന്നതിൻ്റെ യഥാർത്ഥ അനുഭവവും ഒരു രഹസ്യമായി മാറിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന അഗ്നിയെ സ്വീകരിക്കുന്നത് പോലെ എന്നവർ അവകാശപ്പെടുന്നു. ഈ അഗ്നി ലഭിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവൻ ചൂടാകുമെന്നും നിങ്ങൾ വിറയ്ക്കാൻ തുടങ്ങുമെന്നും അവർ പറയുന്നു. ഈ പ്രഭാഷണങ്ങൾക്കിടയിൽ നമ്മൾ ഈ കാര്യം വിശദമായി ചർച്ച ചെയ്യും. എന്നാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് അങ്ങനെയല്ല. നിങ്ങളുടെ ശരീരം ചൂടാകുന്നതും വിറയ്ക്കുന്നതും അനുഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് സ്വീകരിക്കുന്നതല്ല. നിങ്ങൾ ഇതറിഞ്ഞിരിക്കണം. ആത്മാവായതിനാൽ നിങ്ങളുടെ ജഡത്തിലൂടെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നിങ്ങൾക്കറിയുവാൻ കഴിയുകയില്ല. ഇതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ നിങ്ങൾ തീർച്ചയായും നിർബന്ധമായും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. കാരണം പരിശുദ്ധാത്മാവ് വീണ്ടും ജനിപ്പിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് എന്താണ്? നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ 63-ാം വാക്യം. ഇത് പുതിയ നിയമത്തിലാണ്. യോഹന്നാൻ അധ്യായം 6 വാക്യം 63. എനിക്ക് ശേഷം ഇത് ആവർത്തിക്കുക. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. ഈ ലോകത്തെല്ലാവർക്കും ആത്മാവുണ്ട്. എന്നാൽ ആ ആത്മാവ് നിർജീവാവസ്ഥയിലാണ്. ആ ആത്മാവ് നിർജീവാവസ്ഥയിലാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരാത്മാവുണ്ട്, അതവിടെയുണ്ട്. പക്ഷേ അത് മരിച്ചു. അപ്പോൾ എന്താണ് ഈ മരിച്ച ആത്മാവിനെ വീണ്ടും ജീവിപ്പിക്കുക? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവ് വന്ന് നിങ്ങളുടെ ആത്മാവിന് ജീവൻ നൽകുന്നു. പരിശുദ്ധാത്മാവ് വന്ന് ഇത് ചെയ്യുന്നു. ആത്മാവാണ് ഒരു വ്യക്തിയുടെ മരിച്ച ആത്മാവിന് വന്ന് ജീവൻ നൽകുന്നത്. ജഡത്തിന് ഇത് ചെയ്യാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വാക്കുകൾ ആത്മാവും ജീവനുമാകുന്നുവെന്നാണ് യേശു പറഞ്ഞത്. വാക്കുകൾ ആത്മാവാണ്, വാക്കുകൾ ജീവനാണ്. അതിനാൽ കർത്താവിൻ്റെ വചനം സ്വീകരിക്കുന്നവൻ ഒരു ദൈവമായി മാറുകയാണ്. ദൈവവചനത്തിലെ സത്യം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുന്നു. ദയവായി ഈ അടിസ്ഥാന ആശയം മനസ്സിൽ വയ്ക്കുക. നമ്മളിപ്പോൾ പഠിക്കുന്നത് പോലെ ബൈബിളിൽ നിന്നൊരു പോയിൻ്റ് മാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുന്നു. എന്നാൽ ബൈബിളിൻ്റെ ഏത് ഭാഗമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാത്തതിനാൽ നിങ്ങൾ ബൈബിളിലെ വാക്കുകൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബൈബിൾ വായിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്നു എണ്ണമറ്റ ആളുകൾ ഇക്കാലത്തുണ്ട്. എന്നാൽ അങ്ങനെയാണെങ്കിലും അവർക്ക് അതിൽ നിന്ന് ഒരു പ്രയോജനമില്ല. അതിനാൽ എപ്പോൾ ഏത് മണിക്കൂറിൽ അല്ലെങ്കിൽ ബൈബിളിൻ്റെ ഏത് ഭാഗം വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കും എന്ന് നിങ്ങൾക്കറിയാത്തതിനാൽ ഈ പ്രഭാഷണങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുകയും ഒരു നിമിഷം പോലും നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ വന്നു പോവുകയാണെങ്കിൽ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അവസരം നഷ്ടപ്പെടാനും ആശയക്കുഴപ്പത്തിലാകാൻ സാധ്യതയുണ്ട്. പറയുന്നതനുസരിക്കുവാൻ നിനക്കാവില്ല. 1961 നവംബർ 18 ബൈബിളിലൂടെ വചനങ്ങളിലൂടെ ഞാൻ യഥാർത്ഥമായും വീണ്ടും ജനിച്ചു. ലോകത്തെക്കുറിച്ചുള്ള എൻ്റെ വീക്ഷണം പോലെ ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് മാറി. പൂർണ്ണമായി ഉറപ്പോടെ ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ജീവിതം ആകെ മറിമറിഞ്ഞുകൊണ്ടാണ് എനിക്കിപ്പോൾ നിങ്ങളോട് ഇതെല്ലാം പറയുവാൻ കഴിയുന്നത്.
നിങ്ങൾ വീണ്ടും ജനിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് യേശു വളരെ വ്യക്തമായി പറഞ്ഞു. ഇത് കേവലവും ദുരാഭിവാദവുമാണ്. നമുക്ക് ബൈബിൾ മറ്റൊരു വാക്യത്തിൽ തിരിക്കാം. ഇത് ബൈബിളിൻ്റെ അവസാനമാണ്. വെളിപ്പാട് പുസ്തകം അധ്യായം 20 വാക്യം 15. വെളിപ്പാട് അധ്യായം 20 വാക്യം 15. എനിക്ക് ശേഷം ഇത് ആവർത്തിക്കുക. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അഗ്നിത്തടാകം നരകമാണ്. അതിനാൽ നിങ്ങൾ തീർച്ചയായും വീണ്ടും ജനിക്കുന്നത് അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് വീണ്ടും ജനിത്തതിന് കൃത്യമായ അനുഭവമുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് വെളിപ്പാട് അധ്യായത്തിലേക്ക് 21 അധ്യായത്തിൽ തിരികെ 21-27. അശുദ്ധമായ ഒന്നും അതിൽ പ്രവേശിക്കുകയില്ല. ഇത് ദൈവരാജ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു വഞ്ചന ചെയ്യുന്നവരോടും ഭോഷ്ക് പറയുന്നവരും പ്രവർത്തിക്കുന്നവരാരും അതിൽ കടക്കുകയില്ല. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവർ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയൂ. അതാണ് ഇത് പറയുന്നത്. അതിനാൽ എത്ര വലിയ കാര്യമായി നിങ്ങൾ പള്ളിയിൽ പോകുന്നു എന്നതല്ല പ്രശ്നം. നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾ വഹിച്ച സ്ഥാനമല്ല പ്രശ്നം. അത്തരത്തിലുള്ള ഒന്നുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ദൈവവചനത്തിലെ സത്യം തിരിച്ചറിഞ്ഞിലൂടെ നിങ്ങൾക്ക് പരിശുദ്ധാത്മ ലഭിച്ചാലും ഇല്ലെങ്കിലും അത് മാത്രമാണ് ഇവിടെയുള്ള വിഷയം. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. അടിസ്ഥാനപരമായി നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, അവൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അവൻ കരുതുന്നത് അടിസ്ഥാനപരമായി ഞാൻ ബൈബിൾ തന്നെ വിശ്വസിക്കുന്നില്ല. സ്വന്തം ചിന്തകളും ആശയങ്ങളും എഴുതിയ ചില ആളുകൾ ബൈബിൾ എഴുതിയത്. ബൈബിളിൽ അത്രയേ ഉള്ളൂ. യേശു വെള്ളത്തിന് മുകളിലൂടെ നടന്നുവെന്നും മരിച്ചവരെ ഉയർപ്പിച്ചെന്നും 5 അപ്പം 2 മീനും കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം നൽകിയെന്നും അതിൽ പറയുന്നു. ഇത്തരം നുണകൾ നിങ്ങൾക്ക് എപ്പോഴും കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം അസംബന്ധങ്ങളാണെന്ന് ബൈബിൾ വിശ്വസിക്കുന്ന ചില നിങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടാകുന്നുണ്ട്. ബൈബിൾ അമൂർത്തമായതോ മനുഷ്യൻ്റെ ഭാവിയിൽ നിന്ന് ഉടലെടുത്തതോ ആയ ഒരു വാക്കുപോലും ഇല്ലെന്ന് നിങ്ങളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ സത്യമാണ് സൂചിപ്പിക്കുന്ന ചില തെളിവുകൾ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പഴയ നിയമത്തിലേക്ക് തിരിക്കാം. ഇയ്യോബ് അധ്യായം 26. ഇയ്യോബ് സങ്കീർത്തനങ്ങൾക്ക് തൊട്ട് മുൻപാണ്. ഇയ്യോബ് 26. ഞാൻ വാക്യം 7 വായിക്കാം. ഇയ്യോബ് 26 വാക്യം 7. ഇയ്യോബ് 26:7. ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. അവൻ വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവെക്കുന്നു, അത് വഹിച്ചിട്ട് കാർമകൾ കീറിപ്പോകുന്നതുമില്ല. ഇയ്യോബിൻ്റെ പുസ്തകം ഏകദേശം 3000 വർഷങ്ങൾ മുമ്പ് എഴുതപ്പെട്ടതാണ്. 3000 വർഷങ്ങൾക്ക് മുമ്പ്. 3000 വർഷങ്ങൾക്ക് മുമ്പ് വളരെ കാലം മുമ്പാണ്. ഇന്നത്തെ ആധുനിക ശാസ്ത്രം പോലെ മറ്റൊന്നും വന്നില്ലെങ്കിലും ഇവിടെ പറയുന്നു, അവൻ ഉത്തരദിക്കിനെ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു. അത് പറയുമ്പോൾ ഉത്തരദിക്കിനെ, അത് ഉത്തരധ്രുവത്തെ സൂചിപ്പിക്കുന്നു. ഉത്തരധ്രുവത്തിന് മുകളിൽ ഒരു ഒഴിഞ്ഞിടമുണ്ട്. എന്താണ് അതിനർത്ഥം? വ്യക്തമായ ഒരു രീതി നിങ്ങൾ പുറത്തേക്ക് പോയാൽ ബഹിരാകാശത്ത് നോക്കുകയാണെങ്കിൽ അത് ശൂന്യമായിരിക്കില്ല. അതിൽ നിറയെ നക്ഷത്രങ്ങൾ സീലിംഗിൽ ഘടിപ്പിച്ച ആഭരണങ്ങളെ പോലെ മിന്നിത്തിളങ്ങുന്നു. അത് ശൂന്യമല്ല. അതിൽ നിറയെ നക്ഷത്രങ്ങളുണ്ട്. ഗാലക്സിയിൽ നിറയെ നക്ഷത്രങ്ങളുണ്ട്. അത് മേഘാവൃത്തിയിൽ പോലും കാണപ്പെടുന്നു. എന്നാൽ ഇവിടെ പറയുന്നത്
വടക്ക് മുകളിൽ ബഹിരാകാശത്ത് നക്ഷത്രങ്ങളില്ലാത്തൊരു പ്രദേശമാണെന്ന് അവിടെ പറയുമ്പോൾ അവൻ വടക്കൻ ആകാശത്തെ ഒഴിഞ്ഞ സ്ഥലത്ത് പരത്തുന്നു. അതിനർത്ഥം ഉത്തരധ്രുവത്തിൻ്റെ മുകളിലുള്ള ബഹിരാകാശത്ത് നക്ഷത്രങ്ങളും കാണുന്നില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നക്ഷത്രങ്ങളുമില്ല. ബൈബിളിൻ്റെ ഈ ഭാഗത്ത് ഏകദേശം 3000 വർഷങ്ങൾ മുമ്പ് എഴുതിയതാണ്. ഇതൊന്നും മതത്തെക്കുറിച്ചല്ല, ഇത് ഭൂമിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്, വസ്തുതകളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ 1981 ഒക്ടോബറിൽ ന്യൂയോർക്ക് ടൈംസ് എന്നുള്ളൊരു ലേഖനമാണിത്. ബഹിരാകാശത്ത് 10,00,000 പ്രകാശവർഷം വീതിയുള്ള ഒരു വലിയ ദ്വാരം ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയതായി ലേഖനം പറയുന്നു. അത് സ്ഥിതി ചെയ്യുന്നത് വടക്കൻ ആകാശത്താണ്. അമേരിക്കയെ 3 പ്രധാന നിരീക്ഷണങ്ങളിലാണ് ദൂരദർശിനി ഉപയോഗിച്ചാണ് ജ്യോതിശാസ്ത്രജ്ഞർ ഇത് കണ്ടെത്തിയത്. അതിനാൽ ബഹിരാകാശ നിരീക്ഷണത്തിൽ നിന്ന് വടക്കൻ ആകാശത്ത് ബിഗ് ഡിപ്പറിനപ്പുറം ഒരു വലിയ ശൂന്യമായ ഇടമുണ്ടെന്ന് അതിനുശേഷം പറയുന്നു. ഏകദേശം 300 ദശലക്ഷം പ്രകാശവർഷം പ്രയാസമുള്ള ഈ സ്ഥലത്ത് നക്ഷത്രങ്ങളൊന്നുമില്ല. ഇതാണ് പത്രമാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത്. 3000 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉന്നയിക്കുന്ന കാര്യം ഇയ്യോബ് അധ്യായം 26 വാക്യം 7 സത്യമാണെന്നതാണ്. അത് സത്യമാണ്. ഇത് ആരുടെയോ മനുഷ്യരുടെ വാക്കല്ല. 3000 വർഷം മുമ്പ് ബൈബിൾ എഴുതിയ ഈ വാക്കുകൾ സത്യമാണ്. സത്യമല്ലാത്ത ശൂന്യമായ വാക്കുകളൊന്നും ബൈബിളിൽ അടങ്ങിയിട്ടില്ല. ബൈബിളിൽ സത്യമല്ലാതെ മറ്റൊന്നും അടങ്ങിയിട്ടില്ല. ബൈബിളിലെ ഓരോ വാക്കും സത്യമാണ്. അതിനാൽ നിങ്ങൾ ബൈബിളിലെ നിങ്ങളുടെ വാക്കുകൾ സത്യമാണെന്ന് അംഗീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ പേജുകൾക്കുള്ളിൽ അതിശയകരമായൊരു സത്യം നിങ്ങൾ കണ്ടെത്തും. എന്നാൽ നിങ്ങൾ ബൈബിളിലെ വാക്കുകൾ സത്യമായി അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മുൻപിലുള്ള യഥാർത്ഥ നിർഭാഗ്യകരമായ പാത ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. റോമർ അധ്യായം 1 നമുക്ക് തിരിക്കാം. റോമർ അധ്യായം 1. ഇത് പുതിയ നിയമത്തിലെ ഒരു വാക്യമാണ്. ഞാൻ 18 വാക്യത്തിൽ നിന്ന് വായിക്കുന്നു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതെയും ഇരിക്കുന്നതിനത്രേ. ഞാൻ ഇത് നിങ്ങളോട് വിവരിക്കാം. ഇതിവിടെ പറയുന്നു, ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നു എന്നതാണ്. ഇതാണ് ന്യായവിധി. ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടും. എന്നാൽ അത് ആരോട് വെളിപ്പെടുത്തും? ദൈവത്തെ അറിയില്ലെന്ന് പറയുന്നവർക്കും ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്കും ഇത് വെളിപ്പെടും. അതാണ് വിശ്വസിക്കാത്തവർക്ക്. അതാണിത് പറയുന്നത്. എല്ലാ പാപങ്ങളിലും ഏറ്റവും വലിയ പാപം ദൈവത്തിൽ വിശ്വസിക്കാത്തതാണ്. കവർച്ച ഒരു പാപമായാണ് മിക്കവാറും കണക്കാക്കുന്നത്. എന്തെങ്കിലും മോഷ്ടിക്കുന്നത് പാപമാണെന്ന് അവർ പറയുന്നു. ചൂതാട്ടം പാപമാണെന്ന് അവർ പറയുന്നു. ഈ പ്രവൃത്തികളാൽ അവർ പാപങ്ങളായി കണക്കാക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വിശ്വസിക്കാത്തത് പാപമായി അവർ കരുതുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഭ്രാന്തന്മാർ മാത്രമേ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ കരുതുന്നു. ഒരു ബുദ്ധിമാനായ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന സാധാരണമെന്നവർ പറയുന്നു. തങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെന്നവർ പറയുന്നു. മറിച്ച് അവർ സ്വന്തം ശക്തിയാൽ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നിവിടെയുള്ള നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഞാൻ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കുക. കുട്ടികളുണ്ടാകാത്ത ഒരു ദമ്പതികളുണ്ടായിരുന്നു എന്ന് കരുതുക. പക്ഷേ അവർക്കൊരു മകനുണ്ടായി.
അവൻ ഏക മകനായിരുന്നു. അവർ അവനെ വളർത്തിയപ്പോൾ അവൻ അവർക്ക് വളരെ വിലപ്പെട്ടവനായിരുന്നു. അവർ അവനെ കൈകളിൽ കുലുക്കും. അവൻ അവർക്ക് വളരെ വിലപ്പെട്ടവനായിരുന്നു. പക്ഷേ അവൻ മോഷ്ടിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയാണ് അവൻ വളർന്നത്. പിന്നീട് മുതിർന്നപ്പോൾ അവൻ പുറത്തു പോകുമ്പോൾ തൻ്റെ കുടുംബത്തിന് പുറത്തുള്ളവരോട് ദയയും അനുകമ്പയുമുള്ളവനായിരുന്നു. ആളുകൾ അവനെ പ്രശംസിക്കുകയും പറയുകയും ചെയ്യും. അവൻ്റെ മാതാപിതാക്കൾ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അവനൊരു മികച്ച ചെറുപ്പക്കാരനാണ്. പക്ഷേ ഈ മകൻ വീട്ടിൽ പോയപ്പോൾ ഒരു പിതാവിനോടുള്ള ബഹുമാനമൊന്നും പിതാവിന് നൽകിയില്ല. താൻ മരിച്ചില്ലേ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുമായിരുന്നു. തികഞ്ഞ അവജ്ഞതയോടെയാണ് അദ്ദേഹം പിതാവിനോട് പെരുമാറിയത്. അപ്പോൾ പുറത്തുള്ള ആളുകളുടെ കണ്ണിൽ പകൽ ദൈർഘ്യമേറിയതുപോലെ അവൻ സത്യസന്ധനാണെന്ന് തോന്നി. പക്ഷേ അവൻ എങ്ങനെ പിതാവിൻ്റെ കണ്ണിൽ പ്രത്യക്ഷപ്പെട്ടു? അവൻ തികച്ചും നന്ദിയില്ലാത്ത കുട്ടിയായിരുന്നു. അവനൊരു പൂർണ്ണ റാസ്കളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ അവനൊരു മഹാഭാവിയായിരുന്നു. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കാതെയും അവനെ അവഗണിക്കാതെയും ജീവിക്കുന്നത് ദൈവം മുമ്പാകെയുള്ള ഏറ്റവും വലിയ പാപമാണ്. ദൈവം ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെയും സൃഷ്ടിച്ചു. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചുണ്ടാകാം, സൃഷ്ടിയോ? എന്ത് സൃഷ്ടി? മനുഷ്യൻ കുരങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഒരു പൊതു പൂർവികനിൽ നിന്നാണ് മനുഷ്യൻ പരിണമിച്ചത്. അമീബയിൽ മറ്റും ഏകദേശ ജീവികളും ആരംഭിച്ച ഒരു നീണ്ട പരിണാമ പ്രക്രിയയിലൂടെയാണ് കുരങ്ങ് പരിണമിച്ചത്. നിങ്ങൾ രക്തം മാത്രം പരിഗണിക്കേണ്ടതുണ്ട്. രക്തം മാറാൻ ഒരു വഴിയുമില്ല. നിങ്ങളൊരു കുരങ്ങിൻ്റെ രക്തം എടുത്ത് ഒരു വ്യക്തിയിലേക്ക് പകരുകയാണെങ്കിൽ ആ വ്യക്തി വീർക്കുകയും മരിക്കുകയും ചെയ്യും. രക്തം ഒരിക്കലും മാറില്ല. നിങ്ങൾ ഒരു കുരങ്ങിൻ്റെ പിൻഗാമിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തായാലും തന്നിൽ വിശ്വസിക്കാത്തതിൻ്റെ പാപം ദൈവം വിധിക്കും. അതിനാൽ ദൈവത്തിൻ്റെ ഭയാനകമായ ന്യായവിധി സംഭവിക്കുന്ന ദിവസം വരുമെന്ന് ഇത് പറയുന്നു. ആ ന്യായവിധി ദിവസത്തിൽ പോലും ആർക്കും സ്വയം പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. നമുക്കിത് വായിക്കാം. വാക്യം 19-20 വായിക്കാം. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. ദൈവമായ കർത്താവേ, എൻ്റെ ശാരീരിക കണ്ണുകളാൽ എനിക്ക് അങ്ങയെ കാണുവാൻ കഴിഞ്ഞില്ല, എനിക്ക് അങ്ങയെ കേൾക്കാനും കഴിഞ്ഞില്ല. ഞാൻ പിന്നെ എങ്ങനെ അങ്ങ് വിശ്വസിക്കും? അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കാത്തത്. പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ന്യായവിധിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ നരകത്തിലേക്ക് അയക്കുന്നത്? അങ്ങനെ ഒരു കഴിവ് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇവിടെ പറയുന്നു, എന്തുകൊണ്ടാണത്? കാരണം അവനെ അറിയാൻ ദൈവം നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നു. മനുഷ്യനെ അറിയാൻ ദൈവം 2 വഴികൾ ഒരുക്കിയിട്ടുണ്ട്. ദൈവം ഈ 2 വഴികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ആളുകൾ മടിയന്മാരായി. അവർ ജഡത്തിൻ്റെ വസ്തുക്കൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ ഈ ലോകത്തിൽ ജീവിക്കുന്നതിൻ്റെ ശാരീരിക സുഖങ്ങളിൽ കുടുങ്ങി. അതിനാൽ അവർ ദൈവത്തെ അവഗണിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നു. എന്തുകൊണ്ടാണത്? ദൈവമുണ്ടെന്ന് അവർ ചിന്തിച്ചാൽ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുന്നതിൽ നിന്ന് അതവരെ തടയും. അതുകൊണ്ട് അവർ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. അതിനാൽ ദൈവത്തെ അറിയാൻ 2 വഴികളുണ്ട്. ഈ വഴികളെ ആദ്യത്തേത് നിങ്ങളുടെ ഉള്ളിൽ കണ്ടെത്തുക എന്നതാണ്. ഇന്ന് ഇവിടെയുള്ള നിങ്ങളിൽ ആർക്കെങ്കിലും ദൈവമുണ്ടെന്ന് കരുതുന്നില്ലെങ്കിൽ, നിങ്ങളിൽ ആരെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഈ രീതിയിൽ ചിന്തിക്കുക. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്? മൃഗങ്ങൾക്ക് മതത്തിൻ്റെ രൂപമില്ല, എന്നാൽ മനുഷ്യന് മതങ്ങളുണ്ട്. അതാണ് വ്യത്യാസം. മനുഷ്യൻ മാത്രം തേടുന്നതിൻ്റെ കാരണം അവൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ടെന്നതാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ മതം തേടുന്നത്. മനുഷ്യൻ ആത്മാവുണ്ടോ? എനിക്ക് ആത്മാവിനെ പോലെ ഒന്നുമില്ല. നിങ്ങളിൽ ആരെങ്കിലും ഈ രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ പലപ്പോഴും സംസാരിക്കുന്ന കാര്യമാണിത്. ഞങ്ങളുടെ വീട്ടിൽ ഒരു നായ ഉണ്ടായിരുന്നു.
ലിസ എന്നായിരുന്നു അവളുടെ പേര്. അവൾ വളരെ ചെറിയ നായ മാത്രമായിരുന്നു. അവളുടെ മുടി വളരെ നീണ്ടതായിരുന്നു. അത് താഴേക്ക് വന്ന് അവളുടെ കണ്ണുകൾ മറച്ചു. അതുകൊണ്ട് ആരെങ്കിലും നോക്കുവാൻ കഴിയുമായിരുന്നില്ല. എങ്ങനെ നോക്കുമായിരുന്നു? അങ്ങനെയാണ് അവൾ ആളുകൾ നോക്കിയിരുന്നത്. അവൾ വളരെ ചെറിയ നായ മാത്രമായിരുന്നു. പക്ഷേ അവൾ ശരിക്കും ഉഗ്രനായിരുന്നു. മുൻവശത്തെ ഗേറ്റിലൂടെ ഒരാൾ അടുക്കത്തേക്ക് കടക്കുമ്പോൾ നായ ആ വ്യക്തിയുടെ അടുക്കത്തേക്ക് പോയി അവളുടെ ചുറ്റും മണക്കും. അതുമാത്രം. എന്നാൽ ഞങ്ങളുടെ സന്ദർശകർ പോകാൻ ശ്രമിച്ചു വാതിൽ നിന്ന് കാൽ വയ്ക്കുമ്പോൾ നായ അവരുടെ പിന്നാലെ ഓടി അവരുടെ കുതികാൽ കടിക്കും. നായ ചെറുതായതിനാൽ അതത്ര വലിയ പ്രശ്നമായിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ സന്ദർശകർ ഞെട്ടി അയ്യോ എന്ന് വിളിക്കും. എന്നാൽ ലൈസ അപ്പോൾ എന്തു ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാമോ? അവൾ നിരപരാധിത്വം നടിക്കുകയും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന മട്ടിൽ തിരിഞ്ഞു നടക്കുകയും ചെയ്യും. അവൾ വെറുതെ നടന്നു. ആ നായയ്ക്ക് എന്തോ കുറവുണ്ടായിരുന്നു. എന്താണ് കുറവുണ്ടായത്? അവൾക്ക് നാണമില്ലായിരുന്നുവെന്ന് നമ്മൾ പറഞ്ഞേക്കാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൾക്ക് മനസ്സാക്ഷിയില്ലായിരുന്നു. ഒരു വ്യക്തിയുടെ കാര്യത്തിൽ അവൻ എത്ര മോശക്കാരനായെങ്കിലും അവൻ മറ്റൊരാളുടെ മൂക്കിൽ അടിച്ചാൽ അവിടെ രക്തം വരുമ്പോൾ മറ്റേയാൾ രക്തസ്രാവം കാണുമ്പോൾ അവൻ ചെയ്തതിൽ പശ്ചാത്തപിക്കുവാൻ തുടങ്ങും. അവൻ വിചാരിക്കും, ഒരുപക്ഷെ ഞാൻ കുറച്ച് ദൂരം പോയിരിക്കാം, ഞാൻ കുറച്ചുകൂടി ക്ഷമ കാണിക്കണമായിരുന്നു. അത് മനസ്സാക്ഷിയുടെ പശ്ചാത്താപമാണ്. എന്താണ് മനസ്സാക്ഷി? അത് ആത്മാവാണ്. മനസ്സാക്ഷി ആത്മാവാണ്. ഇതാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മൃഗങ്ങൾക്ക് ആത്മാവില്ലാത്തതിനാൽ അവ മരിക്കുമ്പോൾ അത് അവയുടെ അന്ത്യമാണ്. മനുഷ്യന് ഒരാത്മാവുള്ളതിനാൽ അവൻ മരിക്കുമ്പോൾ അത് അവസാനമല്ല, മറിച്ച് മനസ്സാക്ഷിയുടെ പ്രവർത്തന നിമിത്തം മനുഷ്യൻ മതം തേടുന്നു. അതുകൊണ്ടാണ് ആളുകൾ മതപരമായ ജീവിതം നയിക്കുന്നത്. നിനക്ക് മനസ്സാക്ഷിയില്ലേ? നിങ്ങളുടെ മനസ്സാക്ഷിയുള്ളിലില്ലേ? നിങ്ങൾക്കൊരു മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലൊരാത്മാവുണ്ടെന്ന് നിങ്ങൾ അറിയണം. ഇവിടെ റോമർ ലേഖനത്തിലൊരു മാർക്കർ വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഉൽപ്പത്തി 1-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. ഇത് ആദ്യത്തെ അധ്യായമാണ് ബൈബിളിലെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം. ഉൽപ്പത്തി 1:27. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഇവിടെ പറയുന്നത് നോക്കൂ. ദൈവം തൻ്റെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. നമ്മുടെ പോലെ ദൈവം ജഡത്തിലില്ല. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, എനിക്ക് ശേഷം ഇത് ആവർത്തിക്കുക, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം ആത്മാവാണെന്ന് പറയുന്നു. ദൈവം നമ്മെപ്പോലെ ജഡമല്ല, അവൻ ആത്മാവാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ബൈബിൾ പറയുമ്പോൾ മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ എല്ലാ സൃഷ്ടികളെക്കാളും ഉയർന്നു നിൽക്കുന്ന സൃഷ്ടിയായി കാണുന്നത്. അവനെല്ലാ സൃഷ്ടികൾക്കും മീതെ നിലകൊള്ളുന്നു. അപ്പോൾ എന്താണ് ആത്മാവ്? അത് മനസ്സാക്ഷിയാണ്. മനസ്സാക്ഷി മനുഷ്യൻ്റെ അവൻ്റെ മനസ്സാക്ഷി കൊണ്ട് തിരിച്ചറിയുവാൻ കഴിയും. അപ്പോൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മൃഗങ്ങൾ വെറും മാംസമാണ്. അവയിൽ ഓരോന്നിനും ഒരാത്മാവുണ്ട്. എന്നാൽ ആ ആത്മാവ് മാംസത്തോടൊപ്പം പ്രത്യക്ഷമാകും. അപ്പോൾ മനുഷ്യൻ്റെ കാര്യമോ? മനുഷ്യന് മാംസവും ആത്മാവുമുണ്ട്. മനുഷ്യൻ അങ്ങനെയാണ്. പിന്നെ എന്താണ് ഈ ശരീരം? അത് പൊടിയിലാണ്. അത് ഭൂമിയിലെ പൊടിയാണ്. ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ ദൈവം മനുഷ്യനെ ഭൂമിയിൽ പൊടി കൊണ്ടാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നു. നാം ഭക്ഷണം കഴിക്കുന്ന നിലത്തെ പൊടിയിൽ നിന്നുണ്ടാക്കിയത് കൊണ്ടാണ്. നമ്മൾ മാംസം കഴിക്കുന്നു, നമ്മൾ പച്ചക്കറികൾ കഴിക്കുന്നു. എന്തുകൊണ്ടാണത്? ഭൂമിയിലെ പൊടി നമ്മുടെ ഭൗതിക ശരീരങ്ങളുടെ അടിസ്ഥാനമായതിനാൽ നമ്മുടെ ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് ഭൂമിയിലെ പൊടിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ നാം അവർക്ക് നൽകുന്നു. മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന മൂല്യങ്ങൾ
ഭൂമിയിലെ പൊടിയിൽ കാണപ്പെടുന്ന തുല്യമാണ്. ഒരാൾക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുകയും അസുഖം വരുമ്പോൾ മരുന്ന് കഴിക്കുകയും വേണം. ഭക്ഷണവും മരുന്നും മണ്ണിലെ പൊടിയിൽ നിന്നാണ് മനുഷ്യൻ. അങ്ങനെയാണ് മനുഷ്യൻ. എന്നാൽ പന്നികളുടെ കാര്യമോ? പന്നികൾക്ക് വിശക്കുമ്പോൾ അവ, നിങ്ങൾ കേൾക്കും, ഓയിങ്ക് 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 എന്ന് കരയുന്ന കേൾക്കും. അവർ വളരെ ശബ്ദമുണ്ടാക്കും. എന്നാൽ നിങ്ങൾക്ക് അവർക്ക് ഭക്ഷണം കൊടുത്താൽ അവർക്ക് വയറ് നിറയെ കഴിക്കും. അവരെല്ലാ ചെളികളും അസ്വസ്ഥമായി കിടന്ന് കൂർക്കം വലിക്കും. കൂർക്കം വലിക്കലിൽ പന്നികൾ കഴിവുള്ളവരാണ്. അവർക്കൊരു പരാതിയുമില്ല. അവരുടെ വയർ നിറഞ്ഞിരിക്കുന്നിടത്തോളം കാലം അവർക്ക് പരാതികളൊന്നുമില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ദയവായി സത്യസന്ധമായി ഉത്തരം പറയുക. എൻ്റെ വയർ നിറഞ്ഞിരിക്കുന്നിടത്തോളം കാലം എനിക്ക് പരാതിയില്ല എന്ന് സത്യസന്ധമായി പറയാൻ കഴിയുമെങ്കിൽ ദയവായി നിങ്ങളുടെ കൈ ഉയർത്തുക. നീ കൈ ഉയർത്തിയിരുന്നെങ്കിൽ ഞാൻ നിന്നെ അപമാനിക്കുമായിരുന്നു. നീ വെറും പന്നി പോലെയാണെന്ന് പറയുമായിരുന്നു. വയർ നിറഞ്ഞാലും മനുഷ്യൻ തൃപ്തനാകാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണത്? അവൻ്റെ വയർ നിറഞ്ഞാലും എന്തുകൊണ്ടാണ്? എന്താണ് അതിൻ്റെ കാരണം? കാരണം അവൻ്റെ ആത്മാവാണ്. അവൻ്റെ ആത്മാവ് വിശക്കുന്നു. കാരണം അവൻ്റെ ഉള്ളിൽ ആത്മാവ് വിശക്കുന്നു. മനുഷ്യൻ ജീവിക്കുമ്പോൾ വെറും ശരീരമുള്ളതിനാൽ അവൻ മരിക്കുമ്പോൾ അത് അവസാനിക്കുന്നു. അവൻ്റെ വയർ നിറഞ്ഞാൽ മാത്രം അയാൾ തൃപ്തനാകേണ്ടതല്ലേ? പന്നിയെപ്പോലെ വയറ് നിറഞ്ഞിട്ടും മനുഷ്യൻ തൃപ്തനാകാത്തത് എന്തുകൊണ്ട്? അത് അദ്ദേഹത്തിന് ആദർശങ്ങളുള്ളത് കൊണ്ടാണ്. ആ ആദർശങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ്റെ യഥാർത്ഥ്യം അവൻ്റെ ആദർശങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നതാണ്. ആദർശങ്ങൾ അവൻ്റെ ആത്മാവിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. മനുഷ്യന് തീർച്ചയായും ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരാത്മാവുണ്ട്. എനിക്ക് ശേഷം ഇത് ആവർത്തിക്കുക. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. സത്യം ആത്മാവിനുള്ള ഭക്ഷണമാണ്. ശരീരം ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. ആത്മാവ് സത്യം കഴിക്കേണ്ടതുണ്ട്. ആത്മാവ് സത്യത്തെ ഭക്ഷിക്കേണ്ടതുണ്ട്. സത്യം ദൈവവചനമാണ്. യേശു തന്നെയാണ് സത്യം. അതുകൊണ്ടാണ് ഈ സത്യം കണ്ടെത്തുന്നതുവരെ, ഈ സത്യം തിരിച്ചെന്നതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തരാകാൻ ഒരു മാർഗവുമില്ല. ഈ സത്യം ഞാൻ കണ്ടുമുട്ടിയ ഒരു ദിവസമുണ്ടായിരുന്നു. ഈ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. ആ നിമിഷം ഞാൻ സംതൃപ്തി കണ്ടെത്തി. ആ സമയത്ത് ആളുകൾ പറഞ്ഞു എനിക്ക് ഭ്രാന്ത് പിടിച്ചെന്ന്. മുഖത്ത് വിടുന്ന പുഞ്ചിരിയോടെ ഞാൻ തെരുവിലൂടെ നടക്കും. അതാണ് ഭ്രാന്തർമാർ ചെയ്യുന്നതല്ലേ? ഈ സത്യം മനസ്സിലാക്കിയ ശേഷം ഞാൻ ലോകത്തെ നോക്കിയപ്പോൾ അതൊരു കക്കൂസ് പോലെ തോന്നി. ആഡംബരത്തിൻ്റെ മടിത്തട്ടിൽ ജീവിക്കുന്നവരോട് പോലും എനിക്ക് ദയ തോന്നി. ഈ സത്യം മനുഷ്യൻ കണ്ടെത്തണം. രാജ്യങ്ങളോട് പറയാൻ ഞങ്ങൾക്കൊരു കഥയുണ്ട്. സത്യത്തിൻ്റെ പാതയെക്കുറിച്ചാണ് ഈ പാട്ട് പറയുന്നത്. ഈ സത്യത്തിൻ്റെ പാത നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഈ ലോകത്ത് മറ്റൊരിടെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്ത സംതൃപ്തി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഇതാണ് സ്വാതന്ത്ര്യം, മനസാക്ഷിയുടെ സ്വാതന്ത്ര്യം, ആത്മാവിനുള്ള സ്വാതന്ത്ര്യം. അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നത്. അതിനാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മാവുള്ളതിനാൽ ആ ആത്മാവിലൂടെ നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ തുറക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ കാണുവാൻ കഴിയും.
ബൈബിളുമായി ചുറ്റി നടക്കുന്ന, ബൈബിൾ വായിക്കുന്ന, ബൈബിളിനെക്കുറിച്ച് സംസാരിക്കുന്ന ധാരാളം ആളുകൾ ഈ ലോകത്തിലുണ്ട്. അവർ ഈ ബൈബിളിനെക്കുറിച്ച് സംസാരിക്കും, പക്ഷേ അവർ മാത്രമേ ഉള്ളുവെന്ന് നമുക്ക് തോന്നും. ആത്മാർത്ഥമായി ദൈവത്തെ കണ്ടുമുട്ടിയവർ. ഇതാണ് പ്രശ്നം. ദൈവവചനത്തിലൂടെയാണ് നാം ദൈവത്തെ കണ്ടുമുട്ടുന്നത്. പിന്നെ ദൈവത്തെ കണ്ടെത്താനുള്ള രണ്ടാമത്തെ വഴി എന്താണ്? 20 വാക്യം, റോമർ 1:20 വാക്യം. വാക്യം 20. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. ഇവിടെ പറയുന്നത് നോക്കൂ, ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ. ദൈവത്തിൻ്റെ അദൃശ്യ ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഇവയാണ് ദൈവത്തിൻ്റെ ശാശ്വത ശക്തിയും ദൈവിക സ്വഭാവവും. ദൈവത്തിൻ്റെ ശാശ്വത ശക്തിയും ദൈവിക സ്വഭാവവും അദൃശ്യമാണ്, എന്നാൽ അവൻ സൃഷ്ടിച്ച വസ്തുക്കളിലൂടെ അവ കാണുവാൻ കഴിയും. അതാണ് ഇത് പറയുന്നത്. എന്താണ് ഇതിനർത്ഥം? ഇവിടെ നോക്കൂ, ഇവിടെ നമുക്കൊരു ചിത്രമുണ്ട്. ആരോ ഈ ചിത്രം വരച്ചതാണ്. ഈ ചിത്രം കാണുന്നതിലൂടെ കലാകാരനെക്കുറിച്ച്, അവൻ്റെ താല്പര്യങ്ങൾ, അവൻ്റെ സ്വഭാവം, അവൻ്റെ കലാപരമായ കഴിവുകൾ, എന്നതിനെക്കുറിച്ച് നമുക്ക് പറയുവാൻ കഴിയുമോ? ഈ കെട്ടിടം പരിശോധിച്ചാൽ ആർക്കിടെക്റ്റിൻ്റെ താല്പര്യങ്ങളും ചിന്തകളും എന്താണെന്ന് നമുക്കറിയുവാനാകും. സമാനമായി സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം ദൈവം സൃഷ്ടിച്ചതിനാൽ സൃഷ്ടിയിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവിക സ്വഭാവം, ശക്തിയും യോജിപ്പുള്ള സ്വഭാവം കാണുവാൻ കഴിയും. അവൻ്റെ ശക്തി കാണുവാൻ കഴിയും, അവൻ്റെ സ്വഭാവം കാണുവാൻ കഴിയും. എല്ലാ സൃഷ്ടികളും ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ്. അതുകൊണ്ട് ഇനി നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടി ചിന്തിക്കാം. നമുക്ക് എബ്രായർ 11 അധ്യായത്തിലേക്ക് തിരിക്കാം. എബ്രായർ 11 വാക്യം 3. എബ്രായർ 11 വാക്യം 3. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടുവെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഇവിടെ പറയുന്നത് നോക്കൂ, ദൈവം എങ്ങനെയാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്? അവൻ്റെ കൽപ്പന പ്രകാരമാണ് അദ്ദേഹം ചെയ്തതെന്ന് ഇതിൽ പറയുന്നു. തൻ്റെ വാക്കനുസരിച്ചാണ് അദ്ദേഹം ചെയ്തതെന്നാണ് അതിൽ പറയുന്നത്. വാവ്, അത് അത്ഭുതകരമല്ലേ? നമ്മൾ കാണുന്ന ഇത്തരമൊരു കെട്ടിടം എങ്ങനെയാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്? ഭാരമേറിയ സാമഗ്രികൾ വേണം, തൊഴിലാളികൾ വേണം, കെട്ടിടം പണിയുവാൻ ആർക്കിടെക്റ്റുകളെ വേണം. എന്നാൽ ദൈവം തൻ്റെ വചനം ഉപയോഗിച്ചാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതെന്ന് ബൈബിൾ പറയുന്നു. ദൈവം തൻ്റെ വചനത്തെ ലോകം സൃഷ്ടിച്ചുവെന്ന് ബൈബിൾ പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്കതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാം. ഞാനിപ്പോൾ താമസിക്കുന്ന വീട് ഞാൻ നിർമ്മിച്ചതാണ്. അന്ന് ഞാൻ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ആദ്യഘട്ടം പദ്ധതികൾ വരയ്ക്കുക എന്നതാണ്. ആ വീട് പണിയാൻ ഒരുങ്ങുമ്പോൾ ഞാൻ പട്ടണത്തിലെ എല്ലാ സൗകര്യങ്ങളും വസതികളും നോക്കി അലഞ്ഞു. ഞാനിത് ചെയ്തപ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ വീട് പണിയണം എന്നതിനെക്കുറിച്ച് എനിക്കൊരാശയം വന്നു. അടുത്ത ഘട്ടം ഒരു ആർക്കിടെക്റ്റിൻ്റെ ഓഫീസിൽ പോയി ഞാൻ നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്ന വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കുവാൻ അവരോട് ആവശ്യപ്പെടുക എന്നതായിരുന്നു. ആർക്കിടെക്റ്റ് എന്നോട് ഭൂമിയുടെ ചതുരശ്ര അടി ചോദിച്ചു.
ഞാൻ അവരോട് 3000 ചതുരശ്ര അടിയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ എൻ്റെ വീട്ടിൽ എത്ര കഥകൾ വേണമെന്ന് അവർ എന്നോട് ചോദിച്ചു. ഞാൻ 3 കഥകളെന്ന് പറഞ്ഞു. അവർക്കറിയേണ്ടതെല്ലാം ഞാൻ അവരോട് പറഞ്ഞു. ഏകദേശം 1 മാസത്തിന് ശേഷം അവർ എന്നെ ബന്ധപ്പെടുകയും പ്ലാനുകൾ തയ്യാറാണെന്നും അതിനാൽ ഞാൻ പോയി അതെടുക്കാമെന്നും പറഞ്ഞു. അവർ എനിക്ക് ബ്ലൂ പ്രിൻ്റുകൾ തന്നു. അത് കട്ടിയുള്ള ഒരു പുസ്തകം പോലെയായിരുന്നു. അടുത്തതായി ഞാൻ ചെയ്തത് ഈ ബ്ലൂ പ്രിൻ്റുകൾ ഒരു കരാറുകാരനെ ഏൽപ്പിക്കുക എന്നതാണ്. വീട് പണിയാൻ 3 മാസം എടുത്തു. അത് പൂർത്തിയാക്കി ഞാൻ താമസം മാറി. അപ്പോൾ ഞാൻ എങ്ങനെ ആ വീട് പണിതു? ഞാനത് എൻ്റെ വാക്കുകൾ കൊണ്ട് നിർമ്മിച്ചു. ആർക്കിടെക്റ്റ് എന്നോട് ചോദിച്ചു. ഞാൻ ഉത്തരം നൽകി. എൻ്റെ വാക്കുകൾ വീട് പണിയാൻ ഉപയോഗിച്ച പ്ലാനുകളായി. വീട് പണിത തത്വങ്ങളായിരുന്നു ബ്ലൂ പ്രിൻ്റുകൾ. വീടിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളായിരുന്നു അവ. ദൈവം തൻ്റെ വചനത്താൽ ലോകത്തെ സൃഷ്ടിച്ചുവെന്ന് ബൈബിൾ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഇതാണ്. ഈ ലോകത്തിലെ എല്ലാ പ്രകൃതി നിയമങ്ങളും ദൈവവചനമാണ്. പ്രകൃതികളുടെ വചനങ്ങൾ ദൈവവചനമാണ്. എൻ്റെ വീട് പണിത നിയമങ്ങളായിരുന്നു എൻ്റെ വാക്കുകൾ. പ്രവേശന കവാടം എങ്ങനെയായിരിക്കണം, വാതിലുകളല്ല ഉയരം, മുറികളുടെ വലിപ്പം. എൻ്റെ വാക്കുകൾ ആ വീടിൻ്റെ നിയമങ്ങളായിരുന്നു. ദൈവം തൻ്റെ വചനത്താൽ ഈ ലോകത്തെ സൃഷ്ടിച്ചു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം മുഴുവൻ പ്രകൃതി ലോകത്തെയും നിയന്ത്രിക്കുന്ന നിയമങ്ങളാണ്. ആ ലോജിക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദൈവവചനത്തിൽ 2 തരത്തിലുള്ള നിയമങ്ങളുണ്ട്. പ്രകൃതിയുടെ നിയമങ്ങളുണ്ട്, തുടർന്ന് ആത്മാവിൻ്റെ നിയമവുമുണ്ട്. നമ്മുടെ ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങളെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ പ്രകൃതിയുടെ നിയമങ്ങളിൽ ഉൾപ്പെടുന്നു. ഇതും ദൈവവചനമാണ്. പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന എല്ലാ നിയമങ്ങളെയും ദൈവവചനമാണ്. ബൈബിളിൻ്റെ സത്യം തിരിച്ചറിയുന്നത് ആത്മാവിൻ്റെ നിയമമാണ്. 2ാമത്തെ തരത്തിലുള്ള നിയമം ആത്മാവിൻ്റെ നിയമം. നിങ്ങളുടെ ആത്മാവിനുള്ളിൽ പൂർത്തീകരിക്കപ്പെടുന്നു. നിങ്ങൾ വീണ്ടും ദൈവത്തിൻ്റെ ശിശുവായി ജനിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമുക്ക് സങ്കീർത്തനം 119 തിരിക്കാം. അത് പഴയ നിയമത്തിലാണ്. സങ്കീർത്തനം 119. സങ്കീർത്തനം 119 വാക്യം 89. വാക്യം 89. നിങ്ങൾക്കായി ഞാനിത് വായിക്കട്ടെ. യഹോവേ, നിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ഇത് പറയാൻ വളരെ വിചിത്രമായ കാര്യമാണ് അല്ലേ? ഇവിടെ നോക്കൂ. ദൈവവചനമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം ചരിത്രത്തിലുടനീളം അവൻ്റെ പദ്ധതിയാണ്. ഇത് ചരിത്രത്തിൻ്റെ ഗതിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും രൂപകൽപ്പനയുമാണ്. അത് ദൈവത്തിൻ്റെ നിയമമാണ്. മനുഷ്യരാശിയുടെ ചരിത്രം സൃഷ്ടിക്കപ്പെട്ടതും ഇന്നും തുടരുന്നതും ദൈവവചനത്തിലാണ്. അതുകൊണ്ട് ആദ്യം അവൻ്റെ പദ്ധതിയും അവൻ്റെ രൂപകൽപ്പനകളും ഉൾക്കൊള്ളുന്ന ദൈവവചനമുണ്ടായിരുന്നു. സൃഷ്ടി ദൈവത്തിൻ്റെ വചനമനുസരിച്ചാണ് പൂർത്തീകരിച്ചത്. ചരിത്രവും ദൈവത്തിൻ്റെ വചനത്തിനനുസൃതമായി വികസിച്ചുകൊണ്ടിരിക്കുന്നു. വാക്യം 90 വായിക്കാം. നിൻ്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. ദൈവം ഭൂമിയെ സ്ഥാപിച്ചുവെന്ന് പറയുന്നു. അടുത്തത് വാക്യം 91. എനിക്ക് ശേഷം ഇത് ആവർത്തിക്കുക. അവ ഇന്നുവരെ നിൻ്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവസൃഷ്ടികളും നിൻ്റെ ദാസന്മാരല്ലോ. ഇവിടെ പറയുന്നത് നോക്കൂ. അതിൽ നിയമങ്ങൾ എന്ന് പറയുന്നു. ഇവിടെ നിയമങ്ങൾ എന്ന് പറയുന്നു.
അതിനാൽ നിങ്ങൾ കാണുന്നു, ആകാശവും ഭൂമിയും ആകാശഗോളങ്ങളും അവിടെ ആകാശത്തിലെ നക്ഷത്രങ്ങളും സൂര്യനും ഇവയാണ് സ്വർഗീയ ശരീരങ്ങൾ. പിന്നെ ഭൂമിയുണ്ട്. ഭൂമിയും ദൈവത്തിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി ഇന്നും തുടരുന്നു. ഇവിടെ നോക്കുക, എല്ലാ നിയമങ്ങളും അത് ദൈവത്തിൻ്റെ വചനമാണ്. എൻ്റെ വീട് പണിയുന്നതിനുള്ള നിയമങ്ങൾ എൻ്റെ വാക്കുകളായിരുന്നതുപോലെ ദൈവം എൻ്റെ വചനത്താൽ ലോകത്തെ സൃഷ്ടിച്ചുവെന്ന് ബൈബിൾ പറയുമ്പോൾ അവൻ നിയമങ്ങൾ സ്ഥാപിച്ചു എന്നാണ് അർത്ഥം. ആ നിയമങ്ങൾക്കനുസൃതമാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത്. നമുക്ക് 147 സങ്കീർത്തനത്തിലേക്ക് തിരിക്കാം. അത് പഴയ നിയമത്തിലാണ്. സങ്കീർത്തനം 147 വാക്യം 15. അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവൻ്റെ വചനം അതിവേഗം ഓടുന്നു. അവൻ പഞ്ഞി പോലെ മഞ്ഞ് പെയ്യ്ക്കുന്നു, ചാരം പോലെ നീഹാരം വിതറുന്നു. അവൻ നീർക്കട്ട കഷ്ണം കഷ്ണമായി എറിയുന്നു. അവൻ്റെ കുളിർ സഹിച്ചു നിൽക്കുന്നവനാർ. അവൻ തൻ്റെ വചനം അയച്ച് അവയെ ഉരുക്കുന്നു, കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു. ഇതിവിടെ പറയുന്നത് നോക്കൂ. ദൈവത്തിൻ്റെ കൽപ്പന അവൻ്റെ വചനമാണല്ലേ. ദൈവം തൻ്റെ കൽപ്പന ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നത്? അവൻ്റെ വചനം വേഗത്തിൽ ഓടുന്നു. ഇത് വളരെ രസകരമായൊരു പ്രയോഗമാണ്. അതിൽ പറയുന്നു, അവൻ്റെ വചനം അതിവേഗം ഓടുന്നു. അവൻ്റെ വാക്ക് അതിവേഗം ഓടുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ്റെ വാക്ക് വേഗത്തിൽ ഓടുന്നത് കൊണ്ടാണ് മഞ്ഞ് താഴേക്ക് ഒഴുകുന്നത്. എന്താണിതിനർത്ഥം? നിയമങ്ങൾ സജ്ജീകരിക്കുന്നു, ശരത്കാലം ശീതകാലമായി മാറുന്നു, കുറഞ്ഞ അന്തരീക്ഷമർദ്ദം വികസിക്കുന്നു, മേഘങ്ങൾ മഞ്ഞുപോലെ വീഴുന്നു. ഇത് അതിവേഗം ഓടുന്ന ദൈവവചനമാണ്. ഇതാണ് ദൈവത്തിന് ചലിക്കുന്ന നിയമങ്ങൾ. ഇപ്പോൾ പിന്നെ എന്താണ് പറയുന്നത്? അവൻ പഞ്ഞി പോലെ മഞ്ഞ് പെയ്യ്ക്കുന്നു, ചാരം പോലെ നീഹാരം വിതറുന്നു. അവൻ നീർക്കട്ട കഷ്ണം കഷ്ണമായി എറിയുന്നു. അവൻ്റെ കുളിർ സഹിച്ചു നിൽക്കുന്നവനാർ. ഇതാണ് ചരിത്രത്തിലെ പ്രകൃതിയുള്ള എല്ലാ നിയമങ്ങളും. ഇത് അതിവേഗമോട് ദൈവവചനമാണ്. ഇപ്പോൾ വാക്യം 18. അവൻ തൻ്റെ വചനമായി ചവി ഉരുക്കുന്നു, കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു. അവൻ തൻ്റെ വചനം അയക്കുന്നു, മഞ്ഞുരുകുന്നു. അതെങ്ങനെ ഉരുകുന്നു? ശീതകാല വസന്തത്തിലേക്ക് മാറുന്നു അല്ലേ? ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ ഇത് സംഭവിക്കുന്നു. ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു. ഈ പ്രക്രിയയിൽ ശീതകാലം കടന്നു പോകുന്നു, വസന്തകാലം വരുന്നു. അപ്പോൾ താപനില ഉയരുന്നതിനാൽ എല്ലാ ഐസും ഉരുകുന്നു, പർവ്വത ഉരുവികൾ ഉരുകുന്നു, എല്ലാം ഈ രീതിയിൽ ഉരുകുന്നു. അതുകൊണ്ട് അത് പറയുന്നു, അവൻ തൻ്റെ വചനം അയച്ച് അവയെ ഉരുക്കുന്നു, കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു. സങ്കീർത്തനങ്ങൾ കവിതകളാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ പ്രകടിപ്പിക്കുന്നത്. വെള്ളം ഒഴുകുന്നു എന്ന് പറയുമ്പോൾ അത് മഴ പെയ്യ്ക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. കാറ്റ് വീശുന്നതിനാൽ ഇത് അന്തരീക്ഷമർദ്ദനമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുറഞ്ഞ അന്തരീക്ഷമുള്ള പ്രദേശത്ത് കാറ്റ് വീശുകയും മേഘങ്ങൾ താഴേക്ക് വീഴുകയും മഴ പെയ്യാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇപ്പോൾ മഴ പെയ്യുകയാണ്. ഇതെങ്ങനെയുണ്ട്? ദൈവം തൻ്റെ വചനത്തിലൂടെ ഈ ലോകത്തെ സൃഷ്ടിച്ചതാണ്. ഇത് വളരെ മുഖ്യമായിരിക്കുന്ന കാര്യമാണ്. ഇത് ദൈവം സൃഷ്ടിച്ചതാണെന്ന് മനസ്സിലാക്കേണ്ടതാണ് ഏറ്റവും മുഖ്യമായിരിക്കുന്ന കാര്യം. ഇതാണ് ഏറ്റവും വലിയ ഉറപ്പായിരിക്കുന്ന കാര്യം. എല്ലാ ശാസ്ത്രങ്ങളുടെയും ഉത്ഭവം ദൈവമാണ്. ഈ ലോകത്തിലെ എല്ലാ നിയമങ്ങളും ദൈവം സ്ഥാപിച്ചതാണ്. അവ ദൈവവചനമാണ്. പ്രകൃതിയുടെ വാക്കുകളിലൂടെ, പ്രകൃതിയുള്ള നിയമങ്ങളിലൂടെ ദൈവം ഈ ലോകത്തിലെല്ലാം സൃഷ്ടിച്ചു. ആരാണ് ദൈവം?
എല്ലാ പ്രകൃതി നിയമങ്ങളുടെയും ഉത്ഭവം അവനാണ്. അവനാണ് സത്യത്തിൻ്റെ ഉത്ഭവം. അവനാണ് സത്യത്തിൻ്റെ ഉത്ഭവം. പലർക്കും ദൈവത്തെ അറിയില്ലെന്നറിയുമ്പോൾ എനിക്ക് എത്രമാത്രം നിരാശയുണ്ടെന്ന് അറിയിക്കാൻ കഴിയില്ല. ചില റോഡിലൂടെ നടക്കുന്നു, വിചിത്രമായ ചില പാറക്കല്ലുകൾ കണ്ട ഉടനെ അവർ അതിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ദൈവം ആ പാറയോട് ചേർന്നിരിക്കുകയാണെന്ന് അവർ കരുതുന്നു. നാട്ടിൻപുറങ്ങൾ ചിലപ്പോൾ അവർ പഴയ മരങ്ങൾ കാണും, ചിലപ്പോൾ അവ ചീഞ്ഞഴുകുകയും പിന്നെ ആളുകൾ ഒരുമിച്ച് വൈക്കോൽ പിരിച്ചുണ്ടാക്കിയ മരത്തിൽ തൂക്കും. എന്നാൽ അവ ദൈവങ്ങളല്ല. ദൈവം തൻ്റെ വചനത്താൽ, പ്രകൃതി നിയമങ്ങളാൽ ഈ ലോകത്തെ സൃഷ്ടിച്ചവനാണ്. അവൻ്റെ സൃഷ്ടിയുടെ വചനങ്ങളാണ്. നമുക്ക് ഉൽപ്പത്തി 1-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. ഉൽപ്പത്തി അധ്യായം 1, ഞാൻ 1-ാം വാക്യത്തിൽ നിന്ന് വായിക്കാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ബൈബിളിലെ ഈ ആദ്യത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കൽ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചൊരു കാര്യം ഞാൻ പറയാം. ജപ്പാനിലെ കോട്ടോ നഗരത്തിലൊരു ദോഷിഷ യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കുന്നു. അതിൻ്റെ സ്ഥാപകൻ യേശുവിൽ വിശ്വസിച്ചു. അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. എന്നാൽ ഈ ലോകത്തിലെ എല്ലാ പുസ്തകങ്ങളും വായിച്ചാലും അവയിൽ നിന്ന് ആകാശത്തിൻ്റെ ഭൂമിയുടെയും യുക്തിയോ തത്വങ്ങളോ കണ്ടെത്താൻ ഒരു മാർഗവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനുള്ള ഉത്തരത്തിനായി അവൻ തിരഞ്ഞു. അവൻ ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. അവൻ വായിച്ചു, ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം അർത്ഥവത്താണ്. ആദ്യം ദൈവം സൃഷ്ടിച്ചത് കൊണ്ടാണ് ഈ ലോകം ഇവിടെ ഉള്ളത്. അവൻ ആദ്യം വിശ്വസിച്ച നിമിഷമായിരുന്നു അത്. ഇത് വളരെ വിലപ്പെട്ട സത്യമാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, ദയവായി ഉത്തരം പറയുക. ആളുകൾ രോഗികളാകുമ്പോൾ എവിടെ പോകുന്നു? അതെ, അവർ ആശുപത്രിയിൽ പോകുന്നുവല്ലേ? അവരുടെ കാർ കേടായാലോ? അതെ, അവർ അത് മെക്കാനിക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു അല്ലേ? നിങ്ങൾ രോഗിയായിരിക്കുകയും നിങ്ങൾക്കൊരു ആശുപത്രി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ തെരുവിൽ മരിച്ചു വീണേക്കാം. എന്നാൽ ഒടുവിൽ നിങ്ങൾക്കൊരു ആശുപത്രി കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ എത്രമാത്രം സന്തോഷവും ആശ്വാസവുമായിരിക്കുമെന്ന് സങ്കല്പിക്കുക. മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു രോഗമുണ്ട്. എന്താണ് അസുഖം? ശാരീരിക അസ്വസ്ഥതകൾ രോഗങ്ങളാണ്. എന്നാൽ ആത്മാവിൻ്റെ ഒരു രോഗമുണ്ട്. മനുഷ്യൻ നിഷ്ഫലമായ ജീവിതം നയിക്കുന്നു, കഷ്ടപ്പാടുകളുടെ ജീവിതം. അവൻ എവിടെ നിന്നാണ് വന്നതെന്ന് എവിടേക്ക് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. അവൻ്റെ ജീവിതം ശൂന്യവും അർത്ഥശൂന്യമാണെന്ന് തോന്നുന്നു. ആളുകൾ അവരുടെ ഹൃദയത്തിൽ അസുഖം, അവരുടെ ആത്മാവിൽ അസുഖം എന്നിവ കാരണം അവരുടെ ജീവിതം ഈ രീതിയിൽ നയിക്കുന്നു. അത്തരം അസുഖങ്ങളുള്ള ആളുകൾക്ക് എന്താണ് വേണ്ടത്? ജീവിതവുമായി ബന്ധപ്പെട്ട ആത്മാക്കൾ അസുഖമുള്ള ആളുകൾ എവിടെ പോകണം? ഒരു കാർ തകരാറിലാവുമ്പോൾ നിങ്ങളത് കൊണ്ടുപോകാനൊരു സ്ഥലമുണ്ട്. നിങ്ങൾക്ക് ശാരീരികമായി അസുഖമുള്ളപ്പോൾ നിങ്ങൾക്ക് പോകാനൊരു സ്ഥലമുണ്ട്. എന്നാൽ നിങ്ങളുടെ ആത്മാവിന് അസുഖമുള്ളപ്പോൾ നിങ്ങൾ എവിടെ പോകണം? അതാണ് ചോദ്യം. നിങ്ങൾ എവിടെ പോകണം? നിങ്ങൾ സൃഷ്ടാവെങ്കിലേക്ക് പോകേണ്ടതുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് നിങ്ങളുടെ രോഗാവസ്ഥയിലുള്ള ആത്മാവിനെ സുഖപ്പെടുത്തുവാൻ കഴിയും. ഒരു വ്യക്തി മാരകമായ രോഗബാധിതനാണെങ്കിൽ, മരണത്തിൻ്റെ വക്കിലാണെങ്കിൽ, ഒരു ഡോക്ടർ അവനെ സുഖപ്പെടുത്താൻ ശ്രമിച്ചേക്കാം. എന്നാൽ ഇതിനകം മരിച്ച ഒരാളെ സഹായിക്കാൻ ഡോക്ടർക്ക് കഴിയില്ല. ഒരു കാറിൻ്റെ കാര്യത്തിലും അത് പൂർണ്ണമായും അറ്റകുറ്റപ്പണികൾക്ക് അധീനരാണെങ്കിൽ അത് നിർബാധയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിൽ പ്രയോജനമില്ല. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനാൽ മനുഷ്യൻ്റെ ആത്മാവിലെ രോഗത്തെ പൂർണ്ണമായി സുഖപ്പെടുത്താൻ അവന് കഴിയും.
അവനത് ചെയ്യുന്നു. എൻ്റെ ആത്മാവ് സുഖപ്പെട്ടു. ഒരു വ്യക്തി ആത്മാവിൻ്റെ രോഗത്താൽ കഷ്ടപ്പെടുകയും സുഖം പ്രാപിക്കുകയും എവിടെ പോകണമെന്ന് അറിയാതിരിക്കുകയും ചെയ്യുമ്പോൾ അയാൾ ബൈബിളിലേക്ക് തിരിഞ്ഞത് വായിച്ചാൽ മതി. അപ്പോൾ അയാൾക്ക് പറയുവാൻ കഴിയും, അത് ശരിയാണ്, എന്നെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്, എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ അവന് കഴിയും. ഇത് വളരെ നല്ല വാർത്തയാണ്. നിങ്ങൾക്കങ്ങനെ തോന്നുന്നില്ലേ? ഇപ്പോൾ 2 വാക്യം നമുക്ക് വായിക്കാം. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇവിടുത്തെ വാക്കുകൾ ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ വാക്യം 2 മറ്റൊരു കഥയാണ്. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഭൂമിയിലെല്ലാം അർത്ഥമാക്കുന്നത് എന്താണ്? ഈ കാര്യം നമുക്ക് നോക്കാം. ഇനി ഇതൊന്ന് നോക്കാം. ബഹിരാകാശത്ത് ഹൈഡ്രജൻ ലയിച്ച് ഒരു ഗോളമുണ്ടാകുന്നു. ഇപ്പോൾ പോലും ബഹിരാകാശത്ത് വളരെ അകലെയുള്ള നക്ഷത്രങ്ങൾ ഈ രീതിയിൽ രൂപം കൊള്ളുന്നു. ജ്യോതിശാസ്ത്രജ്ഞർ ഇത് നിരീക്ഷിച്ചു വരുന്നു. ഇപ്പോൾ ഈ ലേഖനം നോക്കുക. ഒരു നക്ഷത്രമായി കാണുന്നത് ജനിക്കുന്നു എന്നാണ് തലക്കെട്ട്. ഒരു നക്ഷത്രത്തിൻ്റെ ജനനം കാണുന്നു. കാലിഫോർണിയ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ സാക്രമെൻറ്റോ നഗരത്തിൽ ഒരിക്കൽ ഞാൻ പോയി. ഞങ്ങളുടെ തന്നെ സമാനമായ വിശ്വാസം പങ്കിടുന്ന ഒരാളെ ഞാൻ സന്ദർശിക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ സിറ്റി ഹാളിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ ഇരുന്നപ്പോൾ അദ്ദേഹം ഈ ലേഖനത്തിൻ്റെ ഒരു കോപ്പി എനിക്ക് തന്നു. ഇത് വളരെ ഉപകാരപ്രദമായൊരു ലേഖനമായി ഞാൻ കാണുന്നു. ഇപ്പോഴും നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നുണ്ട്. വാതകം ആദ്യം ലയിക്കുമ്പോൾ അവ രൂപം കൊള്ളുന്നു. കഴിഞ്ഞ വർഷം ഞാൻ സാൻ ഫ്രാൻസിസ്കോയിൽ പോയിരുന്നു. അവിടെ ഗോൾഡൻ ഗേറ്റ് പാലത്തിന് സമീപം ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ ഒരു സിനിമാ തിയേറ്ററുണ്ട്. അവിടെ അവർ പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ഒരു സിനിമ കാണിക്കുന്നു. കൂടാതെ അവർ ഇത്തരത്തിൽ എന്തെങ്കിലും കാണിക്കുന്നു. യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു? ഹൈഡ്രജൻ പോലുള്ള വാതകമൂലങ്ങൾ ഒന്നിച്ച് ലയിച്ചു. അവ കറങ്ങുമ്പോൾ നക്ഷത്രങ്ങൾ രൂപപ്പെട്ടു. ഇതെല്ലാം അവർ സിനിമയിൽ കാണിച്ചിരുന്നു. ഇനി നമുക്ക് ഭൂമിയെ നോക്കാം. നക്ഷത്രങ്ങൾ കറങ്ങുമ്പോൾ വീണുപോയ പദാർത്ഥങ്ങൾ ഒന്നിച്ച് ലയിക്കുകയും പൊടിയുണ്ടാക്കുന്ന മൂലങ്ങൾക്ക് സമാനമായ ദ്രവത്വത്തിൻ്റെ കൂട്ടങ്ങൾ ഭൂമിയിൽ രൂപപ്പെടുകയും ചെയ്തു. ഭൂമിയുടെ ഉള്ളിൽ ആന്തരിക സമ്മർദ്ദം മൂലം ഒരു ജ്വാലനമുണ്ടായി. അതിന് തീപിടിച്ച് കത്താൻ തുടങ്ങി. അത് കത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ അത് ഉരുകിയ ദ്രാവകമായി ക്രമേണ മാറി. ഈ ഉരുകിയ ദ്രാവകത്തിൻ്റെ സ്ഥിരത കുഴച്ചതുപോലെയായിരുന്നു. അപ്പോൾ തീയുടെ പുറംപാളി കത്തിനശിച്ചു. അത് സ്വയം കത്തിനശിച്ചു. എന്നാൽ ആന്തരിക സമ്മർദ്ദം കാമ്പിനുള്ള ചൂട് തുടർന്നു എന്നാണ്. ഇക്കാരണത്താൽ ഭൂമിയുടെ അടിത്തട്ടിൽ പോലും ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്രയധികം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ? ഇത് ഈ ചൂടായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ താപം വളരെ ശക്തമാണ്. ഇത് ഭൂഖണ്ഡ ഫലകങ്ങളെ ബാധിക്കുന്നു. അവ ഉയരാനും വീഴാനും ഇടയാക്കുന്നു. അത്രയും ശക്തിയാണ് ഈ ചൂട്. ഈ ചൂട് പലപ്പോഴും ഉപരിതലത്തെ ഉരുക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ഉപരിതലത്തിന് താഴെയുള്ള അതിൻ്റെ പാതയിലുള്ള എല്ലാറ്റിനെയും അത് ഉരുക്കുന്നു. ലാവ കുമിളികൾ ഒഴുകുകയും ഉപരിതലത്തിന് താഴെയുള്ള പാറ ഉരുക്കുകയും ചെയ്യുന്നു. ഇത് ക്രമേണ പാറ ഉരുക്കുകയും ഉപരിതലത്തിലേക്ക് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഓരോ വർഷം ഭൂമണ്ഡലത്തിൽ മരിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. മാത്രമല്ല, വർഷങ്ങൾ കഴിയും തോറും ഭൂജലങ്ങൾ കൂടി വരുന്നു. എന്തുകൊണ്ടാണത്? അതിനർത്ഥം ഭൂമി അതിൻ്റെ ജീവിതാവസാനത്തിലേക്ക് വരുന്നു എന്നതാണ്. അതുകൊണ്ട് ഇവിടെ തിരിഞ്ഞു നോക്കിയാൽ ഭൂമിക്കുള്ളിലെ അൾട്രാ ഹൈ താപനില ഇതെല്ലാം താപകമായിരുന്നപ്പോൾ അൾട്രാടെക് അന്തരീക്ഷ താപനില കാരണം അതെല്ലാം ഇവിടെ കുമിളകളായി. ഉപരിതലം മുഴുവൻ കുമിളകളാകുന്നു. തിളയ്ക്കുമ്പോൾ പായസത്തിൻ്റെ പാത്രം പോലെ ഇത് കുമിളകളായി.
പക്ഷേ അത്രമാത്രമുണ്ടായിരുന്നു? അവിടെയും ഇവിടെയും ദ്വാരങ്ങൾ പൊട്ടി, ആ ദ്വാരങ്ങളുടെ നീരാവി ഒഴുകുകയായിരുന്നു അല്ലേ? ഇത് അങ്ങനെയായിരുന്നു. എന്താണ് ഇതിനർത്ഥം? എനിക്ക് ശേഷം ഇത് ആവർത്തിക്കുക. ഇപ്പോൾ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഇതാണ് സംസാരിക്കുന്നത്. ഇത് ശൂന്യമായിരുന്നെന്ന് പറയുമ്പോൾ അക്കാലത്ത് ഭൂമിയിൽ ജീവജാലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന വസ്തുതയാണ് അത് സൂചിപ്പിക്കുന്നത്. എന്നിട്ടത് പറയുന്നു, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇരുൾ? സൂര്യൻ അവിടെ വളരെ ദൂരെയായിരുന്നു. പക്ഷേ സമുദ്രത്തിൽ ധാരാളം ജലം ഭൂമിയുടെ ഉപരിതലത്തെ ഒരു മേഘങ്ങളായി മൂടി. ഉപരിതലത്തെ മറയ്ക്കാൻ ഈ മേഘപ്പാളി രൂപപ്പെടുന്ന നീരുറവിയായി ജലമുണ്ടായിരുന്നു. ബൈബിൾ പറയുന്നു, ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു. നമുക്ക് ബൈബിളിലെ മറ്റൊരു വാക്യത്തിലേക്ക് തിരിക്കാം. ഇയ്യോബ് അധ്യായം 38. ഇയ്യോബിൻ്റെ പുസ്തകം സങ്കീർത്തനങ്ങൾക്ക് തൊട്ടു മുൻപാണ്. ഇയ്യോബ് അധ്യായം 38. ഇയ്യോബ് അധ്യായം 38 വാക്യം 8. നിങ്ങൾക്കായത് ഞാൻ വായിക്കട്ടെ. ഗർഭത്തിൽ നിന്നെന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകൾ അടച്ചവനാർ. അന്ന് ഞാൻ മേഘത്തെ അതിനുടുപ്പും കൂരിരുളിനെ അതിനെ ചൂറ്റാടയുമാക്കി. ഇവിടെ പറയുന്നത് നോക്കൂ. സമുദ്രം എന്ന് പറയുന്നു. അമ്മയുടെ ഉദരത്തിൽ നിന്ന് കുട്ടി പുറപ്പെടുന്നത് പോലെ നാം ഭൂമി എന്ന് വിളിക്കുന്ന ഗർഭത്തിൽ നിന്ന് കടൽ വെള്ളം പുറപ്പെട്ടു. പിന്നെ 9-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ മേഘങ്ങളെ അതിൻ്റെ ഉടുപ്പാക്കിയപ്പോൾ. അതുകൊണ്ട് ഇവിടെ നോക്കൂ, ഭൂമി പൂർണ്ണമായും മേഘങ്ങളെ ചുറ്റപ്പെട്ടിരുന്നു. മേഘങ്ങൾ അതിൻ്റെ വസ്ത്രമായിരുന്നു. ഇനി എന്താണ് പറയുന്നതെന്ന് നോക്കൂ. അതിൽ പറയുന്നു, കൂരിരുൾ കൊണ്ട് അതിനെ പൊതിഞ്ഞു. അല്ലെങ്കിൽ ചില വിവർത്തനങ്ങളിൽ കട്ടിയുള്ള ഇരുട്ട് അതിൻ്റെ വലയമായിരുന്നു. നവജാത ശിശുക്കളെ പൊതിയാൻ സ്വാഡ്ലിംഗ് ബാൻഡുകൾ ഉപയോഗിക്കുന്ന ഭൂമി ഒരു നവജാത ശിശുവിനെ ചുറ്റിപ്പിടിക്കുന്ന വലയം പോലെ കട്ടിയുള്ള ഇരുട്ടിൽ പൂർണ്ണമായും പൊതിഞ്ഞിരിക്കുന്നു. ഭൂമി ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഇത് സംസാരിക്കുന്നത്. ഇത് 3500 വർഷങ്ങൾ മുമ്പ് എഴുതിയതാണ്. ഇതെല്ലാം പ്രകൃതി നിയമങ്ങളാൽ ഉണ്ടായതാണ്. ദൈവത്തിൻ്റെ നിയമങ്ങളാൽ, നിയമങ്ങൾക്കനുസൃതമായാണ് എല്ലാം സംഭവിച്ചത്. വ്യക്തമായും ദൈവം ലോകത്തെ സൃഷ്ടിച്ചത് കൊണ്ടാണ് എല്ലാം സൃഷ്ടിയുടെ നിയമങ്ങൾക്കനുസൃതമായി പൂർത്തിയാക്കിയത്. നമുക്ക് ഉൽപ്പത്തി 1 അധ്യായത്തിലേക്ക് മടങ്ങാം. ഒന്നാം അധ്യായം 2-ാം വാക്യം. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇവിടെ പറയുന്നത് നോക്കൂ. നിയമങ്ങൾക്കനുസൃതമായാണ് ദൈവം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചത്. ഇത് നമുക്ക് വ്യക്തമായി കാണിച്ചു തരുന്നു. ഈ ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ അത് വളരെ വ്യക്തമായിരിക്കുന്ന പ്ലാനുകൾ ദൈവത്തിനുണ്ടായിരുന്നുവെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആകാശം ഭൂമി സൃഷ്ടിച്ചതിലെ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? നമുക്ക് അധ്യായം 1 27-ാം വാക്യം വായിക്കാം. ഉൽപ്പത്തി 1 27-ാം വാക്യം. 27-ാം വാക്യം. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിലും അവൻ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചത് മനുഷ്യനായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ പ്രതിച്ഛയാണ് നമ്മുടെ സൃഷ്ടിച്ചത്. എന്തായിരുന്നു അത്? അത് ആത്മാവായിരുന്നു അല്ലേ? എന്നാൽ ദൈവം എന്തിനാണ് അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചത്? സന്തോഷം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സന്തോഷം സ്നേഹമാണ്. സമ്പത്ത് അവർക്ക് സന്തോഷം നൽകുമെന്ന് ആളുകൾ കരുതുന്നു. അല്ലെങ്കിൽ അക്കാദമിക് മികവ് അവർക്ക് സന്തോഷം നൽകുമെന്ന്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം നേടുന്നത് അവർക്ക് സന്തോഷം നൽകുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ സ്നേഹമില്ലാതെ സന്തോഷമില്ല. സന്തോഷം കണ്ടെത്തുന്നതിന് സ്നേഹത്തിലൂടെയാണ്. ഒരു യുവാവും
ഒരു യുവതിയും ഡേറ്റിംഗ് ആരംഭിക്കുകയും പ്രണയത്തിലാകുകയും ചെയ്യുന്നുവെന്ന് കരുതുക. എന്നാൽ അവരിൽ ഒരാൾ മറ്റുള്ള അവിശ്വസ്തരാണ്, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അവരുടെ പൊരുത്തത്തിന് അനുകൂലമല്ലാത്തതിനാൽ അവർക്ക് വിവാഹം കഴിക്കുവാൻ കഴിയില്ല. അപ്പോൾ അവർ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കും. അത് സംഭവിക്കുന്നു. എന്തുകൊണ്ടാണത്? പ്രണയം പരാജയപ്പെടുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ഒരു കാരണവും കാണാൻ കഴിയില്ല. സ്നേഹമാണ് സന്തോഷം. സ്നേഹമാണ് സന്തോഷം. ഒന്ന് യോഹന്നാൻ 4:8 ദൈവം സ്നേഹമാണെന്നാണ് പറയുന്നത്. ദൈവം തന്നെ സ്നേഹമാണ്. അതിനാൽ ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ മൃഗങ്ങളായും സസ്യങ്ങളായാലും എല്ലാറ്റിനും സ്നേഹത്തിൻ്റെ തത്വമാണ് പ്രയോഗിച്ചത്. ആണും പെണ്ണും മൃഗങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. പക്ഷികളും മൃഗങ്ങളും കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ കാണിക്കുന്ന ഡോക്യുമെൻ്ററികൾ TV-യിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രകടനമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം സ്നേഹമായതിനാൽ അവൻ പ്രകൃതിയെയും ലോകത്തെയും മുഴുവനും സ്നേഹത്തിൻ്റെ തത്വത്തിൽ അധിഷ്ഠിതമാക്കിയിരിക്കുന്നു. പിന്നെ എന്തിനാണ് ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചത്? സ്നേഹത്തിലൂടെ അവർക്ക് സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയായിരുന്നു അത്. എന്നാൽ ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? പ്രണയത്തിൽ തന്നെ പങ്കാളിയായിരിക്കുവാനും. ദൈവം തൻ്റെ സ്നേഹത്തിനായി ഒരു പങ്കാളി സൃഷ്ടിക്കുകയായിരുന്നു. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 21-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. അത് ബൈബിളിൻ്റെ അവസാനത്തിലാണ്. വെളിപ്പാട് 21:1 ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇതെന്താണ് പറയുന്നതെന്ന് ഞാൻ വിശദീകരിക്കാം. വർത്തമാനകാലമായ ഈ ഹ്രസ്വകാലത്ത് ശാശ്വതമായ ഭൂതകാലവും ശാശ്വതമായ ഭാവിയുമുണ്ട്. ഇവ രണ്ടും ശാശ്വതമാണ്. ഇതാണ് മനുഷ്യരാശിയുടെ ഇന്നത്തെ ചരിത്രം. ശാശ്വതമായ ഭൂതകാലത്തിൽ ദൈവം നിലനിന്നതുപോലെ ശാശ്വതമായ ഭാവി, സ്നേഹത്തിൻ്റെ ലോകം, ശാശ്വതമായ ഒരു ആദർശ ലോകം, ശാശ്വതമായ സ്വർഗം എന്നിവ കൊണ്ടിരുന്നതിനാൽ അവൻ ചരിത്രത്തിൻ്റെ ഇന്നത്തെ കാലഘട്ടം ആസൂത്രണം ചെയ്തു. മനുഷ്യൻ്റെ ചരിത്രത്തിലെ വർത്തമാനകാലം എന്താണ്? അത് ശാശ്വതമായ ലോകത്തെ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ്. അതൊരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിന് അന്ത്യം സംഭവിക്കുന്നത്. ഈ ലോകം താൽക്കാലികം മാത്രമാണ്. ഇത് ഇപ്പോൾ ശാശ്വതമായ പൂർണ്ണമായ ലോകത്തിൻ്റെ ശാശ്വതമായ ആദർശ ലോകത്തിൻ്റെ സൃഷ്ടിയുടെ പ്രക്രിയ മാത്രമാണ്. അപ്പോൾ എന്താണ് ഈ ശാശ്വത ലോകം? എന്താണ് ഈ ശാശ്വത ലോകം? ഈ ചരിത്രത്തിൽ ദൈവസ്നേഹം കണ്ടെത്തുന്നവർക്ക് ശാശ്വതമായ ലോകത്തിലേക്ക് പോകാൻ കഴിയും. നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹം കണ്ടെത്തുന്നു. അത്തരക്കാർ നിത്യമായ ദൈവമക്കളായി നിത്യലോകത്തിലേക്ക് പോകുന്നു. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ശാശ്വതമായ ഒരു ലോകത്തെയാണ് ദൈവം സൃഷ്ടിച്ചത്. നിങ്ങൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ബൈബിൾ പറയുന്നു നമ്മളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80. അതിൻ്റെ പ്രയാസവും ദുഃഖകരം മാത്രമേ. ഇതൊരു ശാശ്വത ലോകമല്ല. മനുഷ്യൻ ജീവിക്കുന്ന ലോകം ഇത് യഥാർത്ഥമല്ല. അടുത്തതിനായി തയ്യാറെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലോകത്തുള്ളത്. ബൈബിൾ തീർച്ചയായും സത്യമാണ്.
ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചത് പ്രകൃതി നിയമങ്ങൾ കൊണ്ടാണ്. ദൈവം ശാശ്വതവും ആദർശപരമായി ലോകത്തെ സൃഷ്ടിക്കുന്ന പ്രക്രിയയിലാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ജീവിക്കുന്ന ഈ തിരക്കേറിയതും അരാജകത്വമുള്ള ബഹളവും നിറഞ്ഞ ലോകത്തിൽ നിന്ന് മാറി സ്വർഗത്തിൽ നിന്നുള്ള നിങ്ങളുടെ വിലയേറിയ വാക്കുകൾ നിശബ്ദമായി കേൾക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ അങ്ങയുടെ മുൻപിൽ തലകുനിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവർ അവസരം നഷ്ടപ്പെടാതിരിക്കട്ടെ. പകരം അവർ അങ്ങയുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുകയും ഞങ്ങളുടെ വാക്കിലെ സത്യം മനസ്സിലാക്കുകയും ജീവിക്കുവാൻ കഴിയുകയും ചെയ്യട്ടെ. ഈ ബൈബിൾ പഠനത്തിൻ്റെ അവസാനം വരെ അങ്ങ് ഞങ്ങളെ നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.